Hello my dear friends, welcome to eMeryt learning app. This is Afsal Haleef. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഒരുപാട് സ്റ്റുഡൻസ് നമ്മോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് എത്രയും പെട്ടെന്ന് eMeryt ലേണിംഗ് ആപ്പിൽ KTU B.tech ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മറ്റു പല കോമ്പറ്റീറ്റീവ് എക്സാംസ് കമ്മിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി സമയം മാറ്റി വയ്ക്കാനില്ല. എന്നിരുന്നാലും നിങ്ങളെ സഹായിക്കാനായി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഫ്രീ ആയിട്ട് നമ്മൾ B.tech ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. B.tech ട്യൂഷൻ ഇൻ ദ സെൻസ് എക്സാം ഓറിയൻറ്റഡ് B.tech ട്യൂഷനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എങ്ങനെ KTU യൂണിവേഴ്സിറ്റി എക്സാംസ് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും, പാസ്സാക്കാൻ പറ്റും, വിത്ത് മോർ ദാൻ 60+ മാർക്സ് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ മാത്രമാണ് നമ്മൾ കവർ ചെയ്യുന്നത്. എല്ലാം അങ്ങനെ 1 by 1 ആയിട്ട് കവർ ചെയ്ത് പോകുന്ന സമയം നമുക്കില്ല. അതുകൊണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് അതിൽ തന്നെ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സ്, അല്ലെങ്കിൽ ഇപ്പോൾ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നൊക്കെ അറിയപ്പെടുന്ന സബ്ജക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതേ സെയിം സബ്ജക്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനുണ്ട്. അപ്പോൾ രണ്ടു പേർക്കും ഈ കോഴ്സ് ആപ്ലിക്കബിൾ ആണ്, രണ്ടു പേർക്കും ഒരേപോലെ യൂസ്ഫുൾ ആയിരിക്കും. ആ രീതിയിലായിരിക്കും നമ്മൾ കോഴ്സ് മുമ്പോട്ട് കൊണ്ടുപോകുക. ഓക്കെ, ഇനി ഈ കോഴ്സിൻ്റെ ഒരു ഡിസൈൻ സ്ട്രക്ചർ, എങ്ങനെയാണ് ഈ കോഴ്സ് മുമ്പോട്ട് പോകുമെന്നുള്ളൊരു ഒരു ഡയറക്ഷൻ പറയാം. നമുക്കറിയാമല്ലോ, അല്ലെങ്കിൽ മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നിൽക്കുന്നത് പ്രോബ്ലംസും ഡെറിവേഷൻസുമാണ്. 80% പ്രോബ്ലംസും ഡെറിവേഷൻസുമാണ്, 20% തിയററ്റിക്കൽ കോൺസെപ്റ്റ്സാണ്. അപ്പോൾ എക്സാം പാസ്സാവുകയാണ് നമ്മുടെ പ്രധാനപ്പെട്ട എയിം. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്ന എവിടെയാണ്, ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനകത്തുള്ള ഡെറിവേഷൻസും പ്രോബ്ലംസും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ നമുക്കിനി നമ്മുടെ സബ്ജക്റ്റിലോട്ട് വരാം. മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിൽ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ പഠിക്കുന്ന ടോപ്പിക്സ് എന്താണ്? ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസാണ്. ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ് ഒരുപാട് പഠിക്കാനുണ്ട്. ബേസിക് പ്രോപ്പർട്ടിയായ ഡെൻസിറ്റി മുതൽ കൈനമാറ്റിക് വിസ്കോസിറ്റി വരെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഇത്രയും പ്രോപ്പർട്ടികളിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഏതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ദാറ്റ് ഈസ് വിസ്കോസിറ്റി. അതുകൊണ്ട് തന്നെ വിസ്കോസിറ്റിക്ക് മറ്റൊരു പേരുണ്ട്, കിങ് ഓഫ് ഓൾ അതർ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്. എല്ലാ ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൻ്റെയും രാജാവാണ് ആര്? നമ്മുടെ വിസ്കോസിറ്റി. സിംപ്ലി കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി എന്നും അബ്സല്യൂട്ട് വിസ്കോസിറ്റി, ഡൈനാമിക് വിസ്കോസിറ്റി എന്ന് പല പേരിൽ അറിയപ്പെടും. അപ്പോൾ ഇന്ന് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലംസ് വിസ്കോസിറ്റിയുമായി റിലേറ്റ് ചെയ്ത പ്രോബ്ലംസാണ്. അത് സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്നാണ്. എന്താണ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി? ഞാനിവിടെ പറയാൻ പോകുന്നത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുള്ള ടെക്നിക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ. ആർക്കെങ്കിലും ന്യൂട്ടൺസ് ലോ വിസ്കോസിറ്റിയെ പറ്റി ആധികാരികമായി പഠിക്കണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന മറ്റൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടി. അതിനകത്ത് ഇൻഡെപ്ത് ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ടാൽ കോൺസെപ്റ്റ്സ് മനസ്സിലാവും. പ്രോബ്ലം ചെയ്യാൻ ആ കോൺസെപ്റ്റ്സ് ഇല്ലെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ഈസി ആയിട്ട് KTU യൂണിവേഴ്സിറ്റി എക്സാംസിനുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഇക്വേഷൻ എന്താണ്? സിംപ്ലി ടൗ ഈസ് ഈക്വൽ ടു mu ഇൻറ്റു du/dy ആണ് ആര്? നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഇതിൽ ഈ ടൗ എന്ന് പറയുന്നതാണ് ആര്? നമ്മുടെ ഷിയർ സ്ട്രെസ്. എന്താണ്? നമ്മുടെ ഷിയർ സ്ട്രെസ്. ആൻഡ് ദിസ് mu ഈസ് നോൺ ആസ് അവർ വിസ്കോസിറ്റി. ഈ കാണുന്ന du/dy വിളിക്കുന്ന പേരാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്. വെലോസിറ്റി ഗ്രേഡിയൻ്റ് എന്നറിയപ്പെടും. ഈ du എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്, dy എന്ന് പറയുന്ന ഫ്ലൂയിഡ് കിടക്കുന്ന ഏരിയ, ഫ്ലൂയിഡ് കിടക്കുന്ന തിക്നെസ് ആണ് പറയുന്നത്. എത്ര തിക്നെസ്, എത്ര ഹൈറ്റിലാണ് അല്ലെങ്കിൽ എത്ര വിട്ടിലാണ് ഈ നമ്മൾ ഫില്ല് ചെയ്ത് കിടക്കുന്ന ഓയിൽ കിടക്കുന്നത്. അതാണ് ആരെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈ dy എന്ന് പറയുന്ന ലെങ്ത് ഡയമെൻഷൻ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇനിയും സിംപ്ലിഫൈ ചെയ്യാം. ഈ കാണുന്ന ഷിയർ സ്ട്രെസ്സിന് നമുക്ക് എങ്ങനെ എഴുതാം? ഷിയർ ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതാം. മിക്കവാറും ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു ഗിവൻ പ്രോബ്ലം തന്നിട്ട് അതിനകത്തുള്ള ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ വിസ്കോസിറ്റി കണ്ടുപിടിക്കാൻ പറയും. ഇത് രണ്ടുമാണ് മാറി ചോദിക്കാറുള്ളത്. ഇനിയും ചോദിക്കും പവർ ലോസ്ഡ് ഇൻ ദ സിസ്റ്റം. പവർ എങ്ങനെയാണ്, എന്ത് പവറാണ് ഈ സിസ്റ്റത്തിന് നഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ വാട്ട് ഈസ് പവർ. പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റിയാണ് അല്ലേ? ക്വസ്റ്റ്യനിൽ വെലോസിറ്റി തന്നിട്ടുണ്ട്, ഫോഴ്സ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫോഴ്സിൻ്റെ വെലോസിറ്റി നമുക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. ഞാൻ ഈ പറയുന്ന കേസ് ലീനിയർ കേസാണ്. ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഇതാണ് പവർ കണ്ടെത്തേണ്ട ഇക്വേഷൻ. അതേസമയം ആംഗുലാർ ആണെങ്കിലോ, ഇൻ കേസ് ഓഫ് ആംഗുലാർ പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സിൻ്റെ സ്ഥാനത്തായിരിക്കും. കാരണം ആംഗുലാർ റൊട്ടേഷന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ റൊട്ടേഷൻ പെർ സെക്കൻഡിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പവർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആംഗുലാർ കേസ് വരുമ്പോൾ ഫോഴ്സിന് പകരം എന്ത് വരും?
ടോർക്ക് വരും. ലീനിയർ വെലോസിറ്റി, ദിസ് ഈസ് ലീനിയർ വെലോസിറ്റി v. ഇവന് പറയുമ്പോൾ എന്ത് വരും? ആംഗുലാർ വെലോസിറ്റി ഒമേഗ വരും. അപ്പോൾ t ഇൻറ്റു ഒമേഗ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പവർ ഇൻ കേസ് ഓഫ് ആംഗുലാർ കേസ്. റൊട്ടേഷൻ ഓഫ് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഓയിൽസ് ഫില്ല് ചെയ്യും. ആ സമയത്ത് ഉണ്ടാകുന്ന ഫ്രിക്ഷണൽ ഫോഴ്സോ അല്ലെങ്കിൽ അവിടെ നഷ്ടപ്പെട്ടു പോയ പവർ എന്നൊക്കെ ചോദിച്ചാൽ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. ഇത്രയുമാണ് സിമ്പിൾ ബേസിക്സ് ഓഫ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. നമുക്ക് എന്ത് ചെയ്യും? വളരെ സിമ്പിൾ ആയിട്ടുള്ള ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഈ ഇക്വേഷൻ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഒരു സിമ്പിൾ പ്രോബ്ലം, ഈ ഇക്വേഷൻ ഒന്ന് പ്രോബ്ലത്തിലിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനുവേണ്ടി ഞങ്ങൾക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. നോക്കൂ, ശ്രദ്ധിക്കൂ. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എ ഫ്ലാറ്റ് പ്ലേറ്റ് ഓഫ് ഏരിയ 1.5 into 10 power 6. Flat plate of area 1.5 into 10 power 6 mm square. അപ്പോൾ നമുക്ക് ഏരിയ എന്നിട്ടുണ്ട്. Is pulled with a speed of 0.4 meter per second relative to another plate located at a distance of 0.15 mm from it. ഈ മൂവിംഗ് പ്ലേറ്റിൽ നിന്ന് വേറൊരു പ്ലേറ്റ് ലൊക്കേറ്റ് ചെയ്യുന്നുണ്ട്. ലൊക്കേറ്റഡ് മീൻസ് അവൻ അവിടെ വെറുതെ ഇരിക്കുകയാണ്. അറ്റ് എ ഡിസ്റ്റൻസ് 0.15 mm. അപ്പോൾ നമുക്ക് അവനെ എങ്ങനെ വരയ്ക്കാം? സി ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്ലേറ്റ് ഇതാണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് അവർ പ്ലേറ്റ്. ഇതാണ് നമ്മുടെ മൂവിംഗ് പ്ലേറ്റ് എന്ന് വിചാരിക്കുക. ദിസ് ഇസ് അവർ മൂവിംഗ് പ്ലേറ്റ്. നമ്മുടെ ഫിക്സഡ് പ്ലേറ്റ് ഇരിക്കുന്ന സ്ഥലം ഇതാണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് അവർ ഫിക്സഡ് പ്ലേറ്റ്. ഈ പ്ലേറ്റ് ഫിക്സ്ഡ് എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ ഹാച്ച് ചെയ്തിരിക്കാം. ദിസ് ഇസ് അവർ ഫിക്സഡ് പ്ലേറ്റ്. ഈ ഫിക്സഡ് പ്ലേറ്റും ഈ കാണിച്ചിരിക്കുന്ന മൂവിംഗ് പ്ലേറ്റ്, ഈ പ്ലേറ്റ് ആണ് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. എത്ര വെലോസിറ്റിയിലാണ് ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്നത്? അറ്റ് എ വെലോസിറ്റി യു തന്നിട്ടുണ്ട്. എത്രയാണ് യു തന്നിരിക്കുന്നത്? 0.4 meter per second ആണെന്ന് പറയുന്നുണ്ട്. 0.4 meter per second ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.15 mm. ദിസ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പ്ലേറ്റ്. നമുക്ക് വേണ്ടി തൽക്കാലം y എന്ന് വിളിക്കാം. എത്രയാണ് തന്നിരിക്കുന്നത്? 0.15 mm. ക്ലിയർ? ഇനി ഫൈൻഡ് ദ ഫോഴ്സ് ആൻഡ് പവർ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ ദിസ് സ്പീഡ്. ഈ പ്ലേറ്റ് കണ്ടോ 0.4 meter per second തന്നെ മൂവ് ചെയ്തുകൊണ്ട് പോകണമെങ്കിൽ എന്താണ് നമ്മൾ കൊടുക്കേണ്ട ഫോഴ്സ്? അത് കാരണം ഉണ്ടാകുന്ന പവറും എന്താണ്? ഇത് രണ്ടുമാണ് ഇവരിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇഫ് ദ ഫ്ലൂയിഡ് സെപ്പറേറ്റിംഗ് ദീസ് ദം ഈസ് ഹാവിങ് എ വിസ്കോസിറ്റി mu ഈസ് ഈക്വൽ ടു വാട്ട്? ഇവിടെ ഫ്ലൂയിഡ് ഉണ്ട് കണ്ടോ? ഇവിടെ ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിൻ്റെ ഇടയിൽ കിടന്നാണ് ആര് മൂവ് ചെയ്യുന്നത്? ഈ പ്ലേറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കണ്ടോ? ഇതാണ് എൻ്റെ ഈ കൈ ഒരു പ്ലേറ്റ് കൺസിഡർ ചെയ്യുക. അപ്പം ഈ കൈ ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ കാണുന്ന അടിഭാഗത്ത് കണ്ടോ ഇത്രയും ഭാഗത്ത് ആര് തട്ടി നിൽക്കുകയാണ്? നമ്മുടെ ഫ്ലൂയിഡ്, ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ ഓയിലോ ഫ്ലൂയിഡോ എന്തോ ഒരു ഫ്ലൂയിഡ് ഇവിടെ തട്ടി നിൽക്കുകയാണ്. ആ തട്ടി നിൽക്കുന്ന ഈ ഏരിയ ആണ് ഇവിടെ തന്നിരിക്കുന്നത് 1.5 × 10⁶ mm² തന്നിരിക്കുന്നത്. ക്ലിയർ? ഇത്രയും കണ്ടെത്തണം. വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. എത്രയെന്ന് പറയുന്നത് 10 പോയ്സ് ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം പോയ്സിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ എന്തിലേ ചെയ്യാൻ പറ്റൂ? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലേ ചെയ്യാൻ പറ്റൂ. പോയ്സിനെ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 10 ചെയ്യണം. സോ 10/10 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ ആയിട്ട് മാറും നമ്മുടെ വിസ്കോസിറ്റി. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം? നമ്മുടെ വെൽ നോൺ ഫെമിലിയർ ആയിട്ടുള്ള ന്യൂട്ടൺസ് ലോ വിസ്കോസിറ്റി എടുത്ത്. എന്താ ന്യൂട്ടൺസ് ലോ വിസ്കോസിറ്റി പറയുന്നത്? ശ്രദ്ധിക്കൂ. വാട്ട് ഈസ് ന്യൂട്ടൺസ് ലോ വിസ്കോസിറ്റി? ഈസ് സെയിങ് ഇറ്റ് ഈസ് ടൗ ഈസ് ഈക്വൽ ടു mu ഇൻറ്റു du/dy. കണ്ടുപിടിക്കാൻ പറയുന്ന ഫോഴ്സ് ആയതുകൊണ്ട് ഉടനെ തന്നെ നിങ്ങൾ ഷിയർ സ്ട്രെസ്സിനെ മാറ്റുക. വാട്ട് ഈസ് ഷിയർ സ്ട്രെസ്? ഷിയർ സ്ട്രെസ് ഈസ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ ഇൻറ്റു mu. ഇനി du/dy എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണ്. വെലോസിറ്റി ഗ്രേഡിനെ പറ്റി ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഈവൻ പരാബോളിക് ആണെന്നോ ക്യൂബിക്കൽ ആണെന്നോ ഒന്നും പറയുന്നില്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യം, ഈ ഡിയുവിന് പകരം ഇവിടെ തന്നിരിക്കുന്ന വെലോസിറ്റിയും കൊടുക്കുക. അതാരാണ്? യു ആണ്. dy എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നൊന്നുമില്ല, ഈ നമ്മുടെ ഫ്ലൂയിഡ് കിടക്കുന്ന ആ സ്ഥലത്തെ തിക്നെസ്. ഫിക്സഡ് പ്ലേറ്റിനും മൂവിംഗ് പ്ലേറ്റിനും ഇടയിലാണ് ആര് കിടക്കുന്നത്? നമ്മളെ ഫ്ലൂയിഡ് കിടക്കുന്നത്. ആ ഗ്യാപ്പ് എത്ര എന്ന് പറയുന്നുണ്ട്? 0.15 mm. ലെറ്റ് ഇറ്റ് ബി y. ഞാൻ അവനെ y എന്ന് വിളിച്ചോട്ടെ. ഞാൻ അങ്ങനെ y എന്ന് വിളിച്ചു. തീർന്നു. ഇവിടെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ? ഫോഴ്സ് കണ്ടെത്താം. വാട്ട് ഈസ് ഫോഴ്സ്? ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു mu ഇൻറ്റു u/y. ഇനി നമ്മൾ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. നേരെ ഇവരുടെയൊക്കെ വാല്യൂസ് എന്ത് ചെയ്യാം? ഇവിടെ പ്രോപ്പർ യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആര് കിട്ടും? ഫസ്റ്റ് ആൻസർ ഫോഴ്സ് കിട്ടും. ചെക്ക് ചെയ്യാം നമുക്കൊന്ന്. ശ്രദ്ധിക്കൂ. ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഏരിയ. ശ്രദ്ധിക്കണം, നമുക്ക് ഫോഴ്സ് കിട്ടേണ്ടത് എന്ത് യൂണിറ്റിലാണ് കുട്ടികളെ? ഫോഴ്സ് കിട്ടേണ്ടത് ന്യൂട്ടണിലാണ്.
അങ്ങനെയാണെങ്കിൽ ഏരിയ കൊടുക്കേണ്ടത് എന്തിലാണ്? മീറ്റർ സ്ക്വയറിലാണ്. ഈ y എന്ന ഡിസ്റ്റൻസ് കൊടുക്കേണ്ടത് മീറ്ററിലാണ്. ഈ കാണുന്ന യു കൊടുക്കേണ്ടത് വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡിലാണ്. ഈ കാണുന്ന വിസ്കോസിറ്റി കൊടുക്കേണ്ടത് ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലാണ്. ആര് കൊടുക്കേണ്ടത്? വിസ്കോസിറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ പ്രോപ്പർ യൂണിറ്റിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ജോലി. എല്ലാ കുട്ടികളും അവസാനം തെറ്റിച്ച് കളയും. യൂണിറ്റുകൾ തെറ്റിച്ച് ക്വസ്റ്റ്യൻ തരത്തുള്ളൂ. നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് ഇവിടെ കൊടുത്താൽ മാത്രമേ ആൻസർ കിട്ടത്തുള്ളൂ. കൊടുക്കാം. സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു വാട്ട് ഇസ് ഏരിയ? നോക്കൂ, ഏരിയ കിടക്കുന്നത് മില്ലിമീറ്റർ സ്ക്വയറിലാണ്. ഞാൻ അവൻ എന്ത് ചെയ്യണം? 1.5 ഇൻറ്റു 10⁻6 mm സ്ക്വയർ ആണ്. മില്ലിമീറ്റർ സ്ക്വയറിലാക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻⁻6 ചെയ്തപ്പോൾ അവൻ എന്തിലോട്ട് മാറി? മീറ്റർ സ്ക്വയറിലോട്ട് മാറി. കാരണം ഏരിയ കൊടുക്കേണ്ടത് മീറ്റർ സ്ക്വയറിലാണ്. വിസ്കോസിറ്റി നമുക്ക് അറിയാം. എത്ര വിസ്കോസിറ്റി? ഇറ്റ് ഈസ് 1 ആണ്. നമ്മൾ 1 ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയർ എന്ന് പഠിച്ചു. വാട്ട് ഈസ് വെലോസിറ്റി? യു 0.4 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് പഠിച്ചു. വാട്ട് ഈസ് അവർ ഡിസ്റ്റൻസ്? y ഈസ് 0.15 mm. 0.15 mm അവനെ മില്ലിമീറ്ററിലാക്കാൻ എന്ത് ചെയ്യണം? ഇൻറ്റു 10⁻⁻3. കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് നോക്കൂ. ഇത്രയും നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 400 ന്യൂട്ടൺ. എത്ര കിട്ടുന്ന ആൻസർ? സിംപ്ലി 400 ന്യൂട്ടൺ. ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ ഫോർ ഫോഴ്സ്. അപ്പൊ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞേ. സെക്കൻഡ് പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? പവർ. പവർ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? പവർ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഫോഴ്സ് എത്രയാണ് കിട്ടുന്നത്? 400 ന്യൂട്ടൺ. നമ്മുടെ വെലോസിറ്റി എത്ര നിൽക്കുന്നത്? 0.4 മീറ്റർ പെർ സെക്കൻഡ്. ഇത് രണ്ടും കൂടെ നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 160. യൂണിറ്റ് എത്രയായിരിക്കും പിള്ളേരെ വരുന്നത്? 160. ഫോഴ്സിന്റെ യൂണിറ്റ് എന്തിലാണ് കിട്ടുന്നത്? ന്യൂട്ടണിലാണ്. വെലോസിറ്റി എന്തിലാണ് കിട്ടുന്നത്? മീറ്റർ പെർ സെക്കൻഡ്. ഇതിൽ ന്യൂട്ടൺ പെർ മീറ്ററിനെ വിളിക്കുന്ന പേരാണ് ആര്? ജൂൾ ഓർ ജൂൾ പെർ സെക്കൻഡ് നമുക്ക് വിളിക്കാം. ജൂൾ പെർ സെക്കൻഡിനെ വിളിക്കുന്ന മറ്റൊരു പേര് എന്താണെന്ന് അറിയാമോ? ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്. അപ്പോൾ പവർ എന്തിൽ കിട്ടി? 160 വാട്ടിൽ കിട്ടി. കണ്ടോ, വളരെ സിമ്പിളാണ്. ഇത്രയും സിമ്പിളാണ് വിചാരിക്കേണ്ടത്. ഇതൊരു ഇൻട്രോഡക്ടറി പ്രോബ്ലമാണ്. നമ്മുടെ ന്യൂട്ടൺസ് ലോ വിസ്കോസിറ്റി ടൗ ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ എന്ന ഇക്വേഷൻ എങ്ങനെ പ്രോബ്ലത്തിലിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം. അങ്ങനെ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രം പഠിപ്പിച്ച ഒരു സിമ്പിൾ പ്രോബ്ലമാണ് ഇത്. ഇനി നമുക്ക് കുറച്ചും കൂടെ ടഫ് ആയിട്ടുള്ള പ്രോബ്ലത്തിലോട്ട് കടക്കാം. ഓക്കെ, ശ്രദ്ധിക്കൂ, നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഒരുപാട് കുട്ടികൾ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇവിടെ. ഒരു സിമ്പിൾ മിസ്റ്റേക്കാണ്. ആ ഒരു മിസ്റ്റേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഇത് പഴയ പ്രോബ്ലത്തിൻ്റെ പോലെ തന്നെയാണ്. ഇതൊരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനുമാണ്. ശ്രദ്ധിച്ചിരിക്കണേ. കാൽക്കുലേറ്റ് ദ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ആൻ ഓയിൽ. എന്താ ഈ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് ആൻ ഓയിൽ? ഡൈനാമിക് വിസ്കോസിറ്റി മീൻസ് സിംപ്ലി അവർ വിസ്കോസിറ്റി മ്യൂ. ഞാൻ പറഞ്ഞു നമ്മളെ വിസ്കോസിറ്റി കുറേ പേരുകളുണ്ട്. അബ്സൊല്യൂട്ട് വിസ്കോസിറ്റി ഉണ്ട്, ഡൈനാമിക് വിസ്കോസിറ്റി ഉണ്ട്, കോഎഫിഷ്യന്റ് വിസ്കോസിറ്റി ഉണ്ട്. അപ്പോൾ മ്യൂ ആണ് ഇവിടെ എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കുകയാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? മ്യൂ തന്നിട്ടുണ്ടായിരുന്നേ. which is used for lubrication between a square plate of size 0.8 into 0.8. കണ്ടോ, സൈസ് സ്ക്വയർ പ്ലേറ്റ് ആണ്. സ്ക്വയർ പ്ലേറ്റിന്റെ സൈസ് തന്നിട്ടുണ്ട്. എത്ര സ്ക്വയർ പ്ലേറ്റിന്റെ സൈസ്? 0.8 into 0.8. അപ്പോൾ ഏരിയ ഇവിടെ നിന്ന് കിട്ടി. വാട്ട് ഈസ് ഏരിയ? 0.8 into 0.8 which means 0.64 മീറ്റർ സ്ക്വയർ ആണ് ആരുടെ? നമ്മുടെ ഏരിയ. കണ്ടുപിടിക്കേണ്ടത് മ്യൂ ആണ്. ഞാനിവിടെ അതേപോലെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഡേറ്റ സേവ് ചെയ്ത് പോകാം. ആൻഡ് an inclined plane with an angle of inclination 30 degree. ഈ പ്ലേറ്റ് വെച്ചിരിക്കുന്ന എവിടെയാണ്? ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലാണ്. with an angle of inclination 30 degree as shown in the figure. ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടുണ്ട്, ഞാൻ അത് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, inclination 30 degree. The weight of the square plate is 300. ഇവിടെയാണ് ഈ പ്രോബ്ലമാണ്, ഈ പറയുന്ന ഡേറ്റയാണ് ഏറ്റവും കുട്ടികൾക്ക് പ്രശ്നമുണ്ടാക്കുന്നത്. The weight of the plate is 300 Newton and it slides down the inclined plane with the uniform velocity of 0.3 meter per second. The thickness of the oil film is 1.5 mm. നമുക്ക് നേരെ പ്രോബ്ലത്തിലോട്ട് പോകാം. ഓക്കെ, നേരെ പ്രോബ്ലത്തിലോട്ട് പോകാം. സി, ഇതാണ് നമ്മുടെ inclined plane. ഇതാണ് ചെയ്യുന്നത്. This is our inclined plane. Let us assume this is our inclined plane. Let us assume this is our inclined plane. ഇതാണ് ആ പ്ലേറ്റ് എന്ന് വിചാരിക്കുക. ദിസ് ഇസ് ദ പ്ലേറ്റ്. ഇത് എന്ത് പ്ലേറ്റ് ആണ്? ഇതൊരു സ്ക്വയർ പ്ലേറ്റ് ആണെന്ന് അവർ പറയുന്നുണ്ട് അല്ലേ? ദിസ് ഇസ് ഇതെന്ത് പ്ലേറ്റ് എന്ന് പറയുന്നുണ്ട് അവർ? സ്ക്വയർ പ്ലേറ്റ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഓക്കെ, എനിവേ ദിസ് ഇസ് എ സ്ക്വയർ പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റിന്റെ വെയിറ്റ് തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്ന വെയിറ്റ്? ഈ വെയിറ്റ് എപ്പോഴും എങ്ങനെ ആക്ട് ചെയ്യുള്ളൂ? വെയിറ്റ് ഓൾവേസ് ആക്ട്സ്
purely vertically downward direction. So this is the direction of weight. ഈ weight നമുക്ക് എത്ര ക്വസ്റ്റ്യൻ പറയുന്നത് 300 ന്യൂട്ടൺ എന്ന് പറയുന്നുണ്ട്. ഈ കാണുന്ന ഇതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. ഈ കാണുന്ന ഇൻക്ലൈൻഡ് പ്ലെയിനും നമ്മുടെ സ്ക്വയർ പ്ലേറ്റും തമ്മിലുള്ള ഗ്യാപ്പ് കൊണ്ടോ ഈ ഗ്യാപ്പിനിടയിൽ ആരെ ഫില്ല് ചെയ്തിരിക്കുകയാണ്? ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാപ്പ് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. എത്ര പറയുന്നുണ്ട്? വിത്ത് 1.5 mm ആണ് ഈ ഗ്യാപ്പ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇതെങ്ങനെ സ്ലൈഡ് ചെയ്യുന്നത്? ഈ ഡയറക്ഷനിലാണ് ആര് സ്ലൈഡ് ചെയ്യുന്നത്? ഇവൻ സ്ലൈഡ് ചെയ്യുന്നത് വിത്ത് എ വെലോസിറ്റി u ഈസ് ഈക്വൽ ടു എത്ര എന്ന് പറയുന്നുണ്ട്? വാട്ട് ഈസ് ദ വെലോസിറ്റി u? 0.3 m/s. ഓക്കെ, 0.3 m/s. ഇതിനകത്തുള്ള വിസ്കോസിറ്റി കണ്ടുപിടിക്കണമെന്ന് പറയുന്നുണ്ട്. ഏരിയ നമുക്കറിയാം, ക്ലിയർ. ആൻഡ് ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. നേരെ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ന്യൂട്ടൺസ് ലോ വിസ്കോസിറ്റി എന്താ പറഞ്ഞാൽ? ടൗ ഈസ് ഈക്വൽ ടു mu ഇൻറ്റു du/dy. ഓർ ഈ മ്യൂ അവിടെ കിടക്കട്ടെ, ബാക്കിയൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരൂ. ബാക്കിയൊക്കെ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുമ്പോൾ എന്ത് കിട്ടും? ഈ ടൗവിനെ ഞാൻ മാറ്റിക്കോട്ടെ. ടൗ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു dy ഡിവൈഡഡ് ബൈ du. ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? മ്യൂ. അപ്പോൾ വിസ്കോസിറ്റി കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? എല്ലാ വാല്യൂസും ക്വസ്റ്റ്യൻ തന്നിട്ട് അവരെ നേരെ എടുത്തെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടി. അത്രത്തോളം സിമ്പിളാണ് ഈ പ്രോബ്ലം. എന്നിട്ടും കുട്ടികൾ എന്ത് ചെയ്യും? ഇത് തെറ്റിക്കും. ശ്രദ്ധിക്കൂ, ഫോഴ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടാ. നമ്മൾ നോക്കൂ, ഒരു കോഴ്സ് ഉണ്ട്. എത്ര ഫോഴ്സ് നിൽക്കുന്നത്? വെയിറ്റ് ഈസ് ഇക്വൽ ടു 300 ന്യൂട്ടൺ. നമ്മൾ എന്ത് ചെയ്യും? നേരെ ഈ വെയിറ്റ് 300 ന്യൂട്ടൺ എടുത്ത് ഇവിടെ ഫോഴ്സിന് സ്ഥാനത്ത് കൊടുക്കും. പ്രോബ്ലം തെറ്റി. ഞാൻ ആദ്യം പറഞ്ഞു, ഈ വെയിറ്റ് ആണ് നമ്മുടെ പ്രശ്നമുണ്ടാക്കുന്നത്. അതിന് കാരണം ടൗ ഈസ് ഇക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ ഉണ്ടല്ലോ. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് ഓൾവേസ് ടാൻജൻഷ്യൽ ഫോഴ്സ് ആയിരിക്കും, ഓൾവേസ് ഷിയർ ഫോഴ്സ് ആയിരിക്കും. അതെങ്ങനെയാണ് ടാൻജൻഷ്യൽ ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത്? ഇതൊരു സ്ക്വയർ പ്ലേറ്റ് അല്ലേ, ലൈക്ക് ദിസ്. ഇതുപോലത്തെ ഒരു സ്ക്വയർ പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റ് ഇങ്ങനെയാണ് സ്ലൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അവൻ്റെ ഏരിയ. ഈ ഏരിയയിലാണ് ആര് തട്ടി കിടക്കുന്നത്? ഇവിടെ കിടക്കുന്ന ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ തട്ടി കിടക്കുന്നത്. ആ പ്ലെയിനിന് പാരലൽ കണ്ടോ, ഇതാണ് പ്ലേറ്റ് എങ്കിൽ ഈ പ്ലേറ്റിന് പാരലായിട്ടുള്ള ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഷിയർ ഫോഴ്സ്. പക്ഷേ ഇവിടെ കിടക്കുന്നത് കണ്ടോ, ഈ പ്ലേറ്റിന് ഇൻക്ലൈൻഡ് ആര് കിടക്കുന്നത്? W എന്ന് പറയുന്ന വെയിറ്റ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ W നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? ഈ പ്ലെയിനിനെ, അതായത് ഈ പ്ലേറ്റ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലോട്ട് W നമ്മൾ എന്ത് ചെയ്യണം? റിസോൾവ് ചെയ്യണം. ആ ഫോഴ്സ് ആണ് നമ്മുടെ ഇവിടുത്തെ ഷിയർ ഫോഴ്സ് ആയിട്ട് കൊടുക്കേണ്ടത്. ഇതാണ് എല്ലാ കുട്ടികളും വരുത്തുന്ന മിസ്റ്റേക്ക്. അപ്പോൾ നമുക്ക് അതെങ്ങനെ മാറ്റാം? ഇത് W ആണെങ്കിൽ ഈ കാണുന്ന ഡയറക്ഷനിൽ വരുന്ന ഫോഴ്സ് എന്തായിരിക്കും? ദിസ് ഈസ് അവർ വാട്ട്? W സൈൻ തീറ്റ അല്ലേ? വെയിറ്റ് എത്രയാണ്? 300 ആണ്. സൈൻ എത്രയാണ്? സൈൻ തീറ്റ എത്രയാണ്? 30. സോ സൈൻ തീറ്റ. സൈൻ 30 എത്രയാണ്? 1/2. 1/2 മീൻസ് 300/1/2 ആൻസർ കിട്ടും. 150 ന്യൂട്ടൺ ആണ് നമ്മുടെ ഷിയർ ഫോഴ്സ്. ഈ ഒരു ഒറ്റ പ്രശ്നമേ ഉള്ളൂ. കാരണം കുട്ടികൾ കൂടുതൽ ശ്രദ്ധിച്ച് പഠിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്യും? ഒരൊറ്റ ഫോഴ്സ് നമുക്ക് ആവശ്യമുള്ള വെയിറ്റ് എന്ന് പറഞ്ഞാൽ നിർത്താൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, പ്രോബ്ലം തെറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം? വിസ്കോസിറ്റി ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമ്മളെല്ലാം. വാട്ട് ഈസ് വിസ്കോസിറ്റി? ഈസ് ഈക്വൽ ടു ഇക്വേഷൻ ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു dy ഡിവൈഡഡ് ബൈ du. ശരിയല്ലേ? ഫോഴ്സ് എത്രയാണ്? 150 ആണ്. ഏരിയ എന്നിട്ടുണ്ട് എത്രയാണ് നിൽക്കുന്നത്? 0.64 m². വാട്ട് ഈസ് dy? dy എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിലുള്ള ഗ്യാപ്പാണ്. ഈ ഗ്യാപ്പിന് നമുക്ക് എത്ര ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്? 1.5. സോ 1.5 mm ഞാൻ അവൻ എന്തിലോട്ട് മാറ്റി? 10⁻³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ അവനെ മീറ്ററിലോട്ട് മാറ്റി. വാട്ട് ഈസ് du? d എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഒന്നും പറയുന്നില്ലെങ്കിൽ ആ പ്ലേറ്റോ ആ സിസ്റ്റം മൂവ് ചെയ്യുന്ന വെലോസിറ്റിയാണ് ഇവിടുത്തെ du എന്ന് പറയുന്ന സംഭവം. സോ ആ u എത്ര ക്വസ്റ്റ്യന് പറയുന്നുണ്ട്? 0.3 m/s ക്വസ്റ്റ്യന് പറഞ്ഞു. ഇത്രയും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ യു വിൽ ഗെറ്റ് the answer coming out to be 1.17 Newton second per meter square. So this is the right answer for this problem. ഇത് ഒരുപാട് പ്രാവശ്യം മീൻസ് ഒരുപാട് പ്രാവശ്യമല്ല, 1-2 പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സിമ്പിളാണ്, പക്ഷെ എല്ലാവരും തെറ്റിക്കും. തെറ്റുന്ന ഏരിയ പറഞ്ഞിട്ടുണ്ടല്ലോ, W. ഒന്നുകൂടെ പറഞ്ഞാൽ ആ തെറ്റുന്ന പോർഷൻ മാത്രം പറഞ്ഞു തരാം. നമ്മൾ ഇക്വേഷൻ എഴുതി വെച്ചിട്ടുണ്ട്. mu is equal to force by area into dy by du. dy തെറ്റത്തില്ല, du തെറ്റത്തില്ല, ഏരിയ തെറ്റത്തില്ല. തെറ്റുന്ന ആരെയാണ്? ഈ ഫോഴ്സ് ആണ്. കാരണം ഈ പ്ലേറ്റിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. ഈ കാണുന്ന ഫോഴ്സ് എന്താണ്? അതൊരു ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്, ഷിയർ ഫോഴ്സ് ആണ്. ഷിയർ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ പ്ലേറ്റിന്റെ സർഫസിന് പാരലൽ ആയിരിക്കണം. ഈ ഡയറക്ഷനിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഫോഴ്സ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ W നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഡയറക്ഷനിൽ ഈ പ്ലെയിനിൻ്റെ പാരലൽ ഡയറക്ഷൻ റിസോൾവ് ചെയ്യുക. അപ്പോൾ W അങ്ങനെ റിസോൾവ് ചെയ്യുമ്പോൾ W sin 30 വരും. sin 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. സോ 300/1/2 എത്ര കിട്ടും? 300 × 1/2 എത്ര കിട്ടും? 150. അത് കൊടുത്താൽ നിങ്ങളുടെ ആൻസർ 1.17 Newton second per meter². ഒന്നുകൂടെ ചെക്ക് ചെയ്തോട്ടെ. വാല്യൂ ഈസ് ഈക്വൽ ടു 1.17, mu ഈസ് ഈക്വൽ ടു 1.17 Newton second per meter² ആണ് ആൻസർ. എൻ്റെ മുമ്പിൽ
ആൻസേഴ്സ് ഉണ്ട്, എനിക്കതെടുത്ത് എഴുതിയാൽ മതി, കാരണം ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഈ ക്ലാസ് കൊണ്ട് ഉപകാരപ്പെടണമെങ്കിൽ നിങ്ങളുടെ കൈകളിലൂടെ തന്നെ ആൻസർ വരണം. വിച്ച് മീൻസ് ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ കാൽക്കുലേറ്ററിലൂടെ ആൻസർ ചെക്ക് ചെയ്യുക. സി ഈ നമ്മളെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലൂടെ പ്രോബ്ലംസ് പഠിക്കുന്നതും കോൺസെപ്റ്റ്സ് പഠിക്കുന്നതും ഡിഫറൻ്റാണ്. ഇപ്പോൾ ഒരു തിയറി പാട്ട് ഞാൻ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൺ ദ ഗോ എൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്ത് പോകണം, പോസ് ചെയ്ത് നോട്ട്സ് എഴുതി പോവുക. പ്രോബ്ലം ഇതേപോലെ ഞാൻ പറയുന്ന ഓരോ സ്റ്റെപ്പും പോസ് ചെയ്ത് എഴുതിയെടുക്കുന്നതിൽ ഒരു ഉപയോഗമില്ല. പ്രോബ്ലം ചെയ്യേണ്ട രീതി ഞാൻ പറഞ്ഞുതരാം, പഠിക്കേണ്ട രീതി. ഫസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണുക, ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കുക. അറിഞ്ഞുകൂടാത്തോടെ കാര്യമാണ്. ക്വസ്റ്റ്യൻ നന്നായി മനസ്സിലാക്കുക, ഏത് ഇക്വേഷനാണ് യൂസ് ചെയ്യേണ്ടത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ടേമുകളുടെയൊക്കെ യൂണിറ്റുകളൊക്കെ ശ്രദ്ധിച്ച് വെക്കുക. ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായി ഇത് യൂട്യൂബ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് ആൻസർ ചെയ്ത് വെക്കുക. ഫൈനൽ ആൻസർ മാച്ച് ചെയ്ത് നോക്കുക. മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ തെറ്റിയിട്ടുണ്ടാവും, തെറ്റിയ ഭാഗം ഒന്നുകൂടെ കണ്ട് കറക്റ്റ് ചെയ്യുക. അങ്ങനെ പഠിച്ചാൽ മാത്രമേ പ്രോബ്ലംസ് നിങ്ങൾക്ക് എക്സാം ഹാളിൽ സ്വന്തമായി ചെയ്യാൻ പറ്റൂ. ഓക്കെ, സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പ് പോയിന്റ് എന്താണ്, കാൽക്കുലേഷൻസ് സ്വന്തമായി തന്നെ നിങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് അടുത്ത പ്രോബ്ലത്തിലോട്ട് പോകാം. ദ ഡൈനാമിക് വിസ്കോസിറ്റി ഓഫ് an oil used for lubrication between a shaft and sleeve is 6 poise. വിസ്കോസിറ്റി വന്നിട്ടുണ്ട്, പോയ്സിലാണ്. നമുക്ക് അവനെ കൺവേർട്ട് ചെയ്ത് മാറ്റാം. ന്യൂട്ടൺ സെക്കൻഡ് പെർമീറ്റർ സ്ക്വയറിൽ കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് given data, the shaft is of diameter 0.4 meter. Diameter of the shaft വന്നിട്ടുണ്ട്, എത്ര ദിവസം പറയുന്നുണ്ട്, 0.4 meter, and rotates at an RPM of 190. അതാരാണ് നമ്മുടെ RPM, 190 RPM. Calculate the power lost in the bearing for a sleeve length of 90 mm. Length of the sleeve എന്താണ് 90 mm. The thickness of the oil is 1.5 mm, which means നമ്മളെ thickness T തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ പറയുന്നത് എന്താണ്, ടോർക്ക്. ടോർക്ക് അല്ല കണ്ടുപിടിക്കാൻ പറയുന്നത്, പവർ. എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത്, പവർ. നമുക്ക് ആദ്യം ഇവൻ്റെ ഒരു പവറിലോട്ട് എത്താനുള്ള വഴികളൊന്ന് എഴുതി വെക്കാം, എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോയിട്ട് ബാക്കിയെല്ലാം കണ്ടുപിടിക്കാം. സോ പവർ നമുക്കറിയാം. വാട്ട് ഈസ് പവർ? പവർ ഈസ് ഈക്വൽ ടു, രണ്ട് ഇക്വേഷൻ നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ട് ഇക്വേഷൻസ്, ഒന്ന് ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി, മറ്റൊന്ന് ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. ഇവിടുത്തെ കേസ് എന്താണ്, ഷാഫ്റ്റിൻ്റെ റൊട്ടേഷൻ കേസ് അല്ലേ. ഒരു ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്ന കേസ് ആണെങ്കിൽ പവർ ഈസ് സിംപ്ലി ടോർക്ക് ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി. വാട്ട് ഈസ് ടോർക്ക്? ടോർക്ക് ഈസ് സിംപ്ലി ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് ഓഫ് അവർ ഷാഫ്റ്റ്. റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ് വന്നിട്ടുണ്ട്, അപ്പോൾ അവിടെ കൊടുക്കാം. കണ്ടുപിടിക്കേണ്ട ആരാണ്, ഫോഴ്സ് ആണ്. What is omega angular velocity? Angular velocity is given by 2 pi n by 60. കഥ കഴിഞ്ഞു. ഒമേഗ കണ്ടെത്താൻ RPM നമ്മുടെ കയ്യിലുണ്ട്, സോ ഒമേഗയ്ക്ക് പ്രശ്നമില്ല. റേഡിയസ് കണ്ടെത്താൻ ഡയമീറ്റർ ഉണ്ട്, അതും പ്രശ്നമില്ല. ആര് മാത്രം കണ്ടെത്തിയാൽ മതി ഈ കേസിൽ, നമ്മുടെ ഷിയർ ഫോഴ്സ്, ടാൻജൻഷ്യൽ ഫോഴ്സ്, ഈ ഷാഫ്റ്റിനെ റൊട്ടേറ്റ് ചെയ്യിപ്പിടുന്ന ടാൻജൻഷ്യൽ ഫോഴ്സ് കണ്ടെത്തിയാൽ പവർ ലോസ് ഇൻ ഫ്രിക്ഷൻ. കാരണം ഇതാണ് ഷാഫ്റ്റ് എങ്കിൽ ഈ ഷാഫ്റ്റിന് ചുറ്റുമാണ് ആര് കിടക്കുന്നത്, നമ്മുടെ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കിടക്കുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റിനെ കറങ്ങുമ്പോൾ ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എന്ത് ചെയ്യും, ഈ ഷാഫ്റ്റുമായിട്ട് ഒരയും. അങ്ങനെ ഒരയുമ്പോൾ ഒരു ഷിയർ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് ഈ ഷാഫ്റ്റ് കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ആ ഷിയർ ഫോഴ്സിനെ കൂടെ ഓവർകം ചെയ്താൽ മാത്രമേ ഈ ഷാഫ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റൂ, കറങ്ങാൻ പറ്റൂ. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എത്രമാത്രം പവർ നഷ്ടപ്പെടുന്നു, അതാണ് ഒരു ക്വസ്റ്റിന് ചോദിച്ചിരുന്നത്. പവർ ലോസ്റ്റ് ഇൻ ദ ബിയറിംഗ് ഫോർ എ സ്ലീവ് ലെങ്ത് 90 mm. ക്ലിയർ? നോക്കൂ, ഞാൻ അടുത്ത ഇതിനകത്ത് പടം വരച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഷാഫ്റ്റ്. ഈ കാണിച്ചിരിക്കുന്നതിന് സ്ലീവ്. ഈ സ്ലീവ് ലെങ്ത് ആണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എത്രയാണ്, 90 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് 0.4 മീറ്റർ ആണ്. ഈ സ്ലീവിൻ്റെയും ഷാഫ്റ്റിനും ഇടയിലാണ് ഒരു ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ കിടക്കുന്നത്. ആ ഓയിൽ തിക്നെസ് 1.5 mm ആണ്. ഡേറ്റാസ് ഒക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഫസ്റ്റ് ജോബ് ഈസ് ഹൗ ടു ഫൈൻഡ് ഔട്ട് ഫോഴ്സ്. ഫോഴ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ കഥ കഴിഞ്ഞു. സോ ഫോഴ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് പറയുക, വാട്ട് ഈസ് ദ ഇക്വേഷൻ? നമ്മുടെ കഥ എന്താണ് യൂഷ്വൽ ഇക്വേഷൻ? ടൗ ഈസ് ഈക്വൽ ടു ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ടൗ ഈസ് ഈക്വൽ ടു mu ഇൻറ്റു du ബൈ dy. വാട്ട് ഈസ് ടൗ? ഷിയർ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ. ക്ലിയർ? സോ ഇവിടെ നമുക്ക് ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു mu ഇൻറ്റു du ഡിവൈഡഡ് ബൈ dy എന്ന് കിട്ടും ഇല്ലേ? സോ ഫൈനലി നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷനിലോട്ട് എത്തുകയാണ്. ഇവിടുത്തെ പ്രശ്നം ഏത് ഏരിയ എടുക്കും എന്നുള്ളതാണ് പ്രശ്നം.
ഒരു പ്ലേറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം ലെങ്ത് ടു ബ്രെഡ്ത്ത് എന്നോ എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് ആ ക്രോസ് സെക്ഷനിൽ കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇവിടുത്തെ നിങ്ങൾ ഏരിയ മനസ്സിലാക്കണം. കണ്ടുപിടിക്കേണ്ട ഏരിയ, ഈ കൊടുക്കേണ്ട ഈ ന്യൂട്ടൺസിലെ വിസ്കോസിറ്റിയിലുള്ള ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൊട്ടേറ്റിംഗ്, നമ്മുടെ മൂവിങ് പ്ലേറ്റോ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് ഷാഫ്റ്റോ, ആ ഷാഫ്റ്റിൽ ഏതൊക്കെ സ്ഥലത്താണ് നമ്മൾ ഓയിൽ തൊട്ട് കിടക്കുന്നത്. ശ്രദ്ധിക്കൂ, ഇതുകൊണ്ട് ഈ ഷാഫ്റ്റിന് ഇത്രയും ഭാഗം, ഇതിന്റെ സർക്കിൾ ഇതാണ് ഷാഫ്റ്റ് എങ്കിൽ ഇതിന് ചുറ്റുമാണ് ആര് കിടക്കുന്നത്, ഓയിൽ കിടക്കുന്നത്. അപ്പോൾ ഓയിൽ തട്ടിക്കിടക്കുന്ന ഏരിയയാണ് നമുക്കിവിടെ വരേണ്ടത്. അത് ഏതാണ്? ഈ ഷാഫ്റ്റിന്റെ സർഫസിൽ തട്ടിക്കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ഏത് ഏരിയ വരുന്നത്? സർഫസ് ഏരിയ. സർഫസ് ഏരിയ ഓഫ് എ സിലിണ്ടർ നമുക്കറിയാം, കാരണം ഷാഫ്റ്റ് ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. പൈ ഡി എൽ. അപ്പോൾ പൈ അറിയാം, ഡയമീറ്റർ തന്നിട്ടുണ്ട്, ലെങ്ത് ഓഫ് ദ സിലിണ്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആര് കിട്ടി? ഏരിയ കിട്ടി. ക്ലിയർ? വിസ്കോസിറ്റി തന്നിട്ടുണ്ട്. എത്ര തന്നിരിക്കുന്നത്? വിസ്കോസിറ്റി 6 പോയ്സ് ആണ്. 6/10 ചെയ്യുമ്പോൾ വിസ്കോസിറ്റി നമുക്ക് കിട്ടി. പിന്നെ ഉള്ളത് ആരാണ്? DU എന്ന് പറഞ്ഞ വെലോസിറ്റി. ഇവിടുത്തെ ഒരൊറ്റ വെലോസിറ്റി ഉള്ളൂ. ഇവിടുത്തെ മൂവിങ് ബോഡി ആരാണ്? നമ്മുടെ ഷാഫ്റ്റ് ആണ് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഷാഫ്റ്റ് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗുലാർ വെലോസിറ്റി, അതായത് ഇതിന്റെ ക്രോസ് സെക്ഷൻ ഇതാണ് വിചാരിക്കുക, ഇതാണ് അതിന്റെ ക്രോസ് സെക്ഷൻ. ഓക്കെ, ഈ ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഷാഫ്റ്റിന്റെ ഇവിടെ ഉള്ള സർഫസിലുള്ള ടാൻജൻഷ്യൽ വെലോസിറ്റി V ആണ് കണ്ടെത്തുന്നത്. ദിസ് V ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, പൈ ഡി എൻ ബൈ 60. പൈ ഡി എൻ ബൈ 60. സോ ഡയമീറ്റർ അറിയാം, ഇവിടെ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടി. അപ്പം ഇവനെ വിളിക്കുന്നത് ഈ V, തൽക്കാലം ഞാൻ U എന്ന് വിളിച്ചോട്ടെ. സോ ദിസ് ഇസ് നമ്മൾ ഈ ന്യൂട്ടൺസിലെ വിസ്കോസിറ്റിയിൽ വെലോസിറ്റി U എന്നല്ലേ വിളിക്കുന്നത്, ഞാൻ അതുകൊണ്ട് തന്നെ U എന്ന് കൊടുത്തോട്ടെ. ദിസ് ഇസ് അവർ U ഡിവൈഡഡ് ബൈ Y. Y എത്ര നിൽക്കുന്നത്? നമ്മുടെ തിക്നെസ് ആണ്, 1.5 mm ആണ്. അപ്പോൾ എല്ലാ ഡേറ്റയും ഗിവൺ ഡേറ്റയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ വ്യത്യാസം, ഇതൊരു റൊട്ടേറ്റിംഗ് ബോഡി ആയതുകൊണ്ട് റൊട്ടേറ്റിംഗ് ബോഡിക്ക് ചുറ്റും കിടക്കുന്ന ഏരിയ, റൊട്ടേറ്റിംഗ് ബോഡിയിൽ എവിടെയൊക്കെയാണ് നമ്മുടെ ഓയിൽ തട്ടിക്കിടക്കുന്നത് ആ ഏരിയയാണ് ഇവിടെ കൊടുക്കേണ്ടത്. സർഫസ് ഏരിയ ഈക്വൽ ടു പൈ ഡി എൻ. അത് മാത്രമാണ് ഈ ക്വസ്റ്റ്യനിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്. ഓക്കെ അല്ലേ? സോ ഞാൻ വാല്യൂസ് ഓരോന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, ശ്രദ്ധിക്കും. പൈ ഡി എൽ, ഡയമീറ്റർ തന്നിട്ടുണ്ട്, എത്ര തന്നിരിക്കുന്നത്? മീറ്ററിലാണ്, ഞാൻ അതേപോലെ കൊടുത്തു, 0.4 കൊടുത്തു. ലെങ്ത് തന്നിരിക്കുന്നത് 90 mm സോ 90 ഇൻറ്റു 10⁻³ ചെയ്താൽ എന്ത് കിട്ടും? ഈ മില്ലിമീറ്റർ എന്തിലോട്ട് മാറി? മീറ്ററിലോട്ട് മാറി. വിസ്കോസിറ്റി തന്നിരിക്കുന്നത് 6 പോയ്സ് അല്ലേ, സോ 6/10 ചെയ്താൽ അവൻ എന്തിൽ കിട്ടും? Newton second per meter square കിട്ടി. എല്ലാം SI യൂണിറ്റോട്ട് കൺവേർട്ട് ചെയ്യാൻ. വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി U is equal to പൈ ഡി എൻ ബൈ 60. സോ പൈ നമുക്കറിയാം, ഡയമീറ്റർ നമുക്കറിയാം, 0.4 നമുക്കറിയാം, RPM തന്നിട്ടുണ്ട്. വാട്ട് ഈസ് RPM? 190 ആണ്. അതേപോലെ പൈ ഡി എൻ ബൈ 60 അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ഡിവൈഡ് ബൈ വരുന്ന ആരാണ്? നമ്മുടെ തിക്നെസ് അല്ലേ. തിക്നെസ് എത്ര പറയുന്നത്? 1.5 mm. സോ ഇൻറ്റു 1.5 ഇൻറ്റു 10⁻³ കാരണം മില്ലിമീറ്റർ നമുക്ക് എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം? മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇത് ഞാൻ ഈ പറഞ്ഞ പ്രോപ്പർ യൂണിറ്റിൽ നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോഴ്സ് നിങ്ങൾക്ക് എന്തിൽ കിട്ടും? ന്യൂട്ടണിൽ കിട്ടും. ആ കിട്ടുന്ന വാല്യൂ ഇത്രയാണ്, 180.05 ന്യൂട്ടൺ ആണ് നിങ്ങളുടെ ഫോഴ്സ് കിട്ടുന്നത്. സോ ഫോഴ്സ് കിട്ടിയ പിന്നെ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നത്? ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോർക്ക് കിട്ടും. കാരണം ടോർക്ക് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്താണ്? ടാൻജൻഷ്യൽ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് ആണ്. നേരെ നമുക്ക് ഇവിടെ കൊടുക്കാം, പവറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു വളരെ സിമ്പിളാണ്. സോ പവർ ഈസ് ഈക്വൽ ടു, ഇക്വേഷൻ എഴുതാൻ പോവുകയാണ്, പവർ ഈസ് ഈക്വൽ ടു ടോർക്ക് ഇൻറ്റു ഒമേഗ. ടോർക്ക് എത്രയാണ് തന്നിരിക്കുന്നത്? വാട്ട് ഈസ് ടോർക്ക്? ടാൻജൻഷ്യൽ ഷിയർ ഫോഴ്സ്, ഈ കണ്ടുപിടിച്ച ഷിയർ ഫോഴ്സ് ഇൻറ്റു റേഡിയസ് ഓഫ് ദ ഷാഫ്റ്റ്, കണ്ടോ? ഇതാണ് നമ്മളെ ഷാഫ്റ്റ് ഡയമീറ്റർ. അപ്പോൾ ഇത്രയും കാണുന്നതാണ് ആര്? ഷാഫ്റ്റ് റേഡിയസ്. ദാറ്റ് ഈസ് 0.4/2 ഇൻറ്റു ഒമേഗ എത്രയാണ്? 2πn/60. കഥ കഴിഞ്ഞു. എഫ് എത്രയാണ് തന്നിരിക്കുന്നത്? 180 ആണ്, 18.05 അല്ല, ദിസ് ഈസ് 180.05 എന്നല്ലേ നേരത്തെ പറഞ്ഞത്. ലെറ്റ് മീ ചെക്ക് ദ വാല്യൂ. 180.05 ന്യൂട്ടൺ ആണ് കേട്ടോ. സോ ഫോഴ്സ് കിട്ടി 180.05. വാട്ട് ഈസ് റേഡിയസ്? 0.4 മീറ്റർ ഡയമീറ്റർ ബൈ 2 ചെയ്യുക. 2π n എത്രയാണ് പറയുന്നത്? വാട്ട് ഈസ് n? RPM എത്രയാണ് പറയുന്ന ക്വസ്റ്റ്യനകത്ത്? 190 ആണ് RPM. സോ 190 RPM കൊടുത്തു, 2πn ഡിവൈഡഡ് ബൈ 60. ഇത്രയും ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? പവർ കിട്ടും. കിട്ടുന്ന പവറിൻ്റെ യൂണിറ്റ് അറിയാമല്ലോ, പവറിൻ്റെ യൂണിറ്റ് വാട്ടിലാണ് പവർ കിട്ടുന്നത്. ഓക്കെ, പ്രോപ്പറായിട്ട് യൂണിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നിങ്ങളുടെ ജോലി എന്താ? കാൽക്കുലേറ്ററിൽ തന്നെ അടിച്ച് കണ്ടുപിടിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 716.48 വാട്ട് ആണ് നിങ്ങളുടെ പവർ. ഓക്കെ അല്ലേ? സോ
എല്ലാം വളരെ സിമ്പിളാണ്. കോംപ്ലക്സ് പ്രോബ്ലംസുകളൊന്നും നമ്മൾ വിസ്കോസിറ്റിയിൽ പഠിക്കാനില്ല. ഏറ്റവും സിമ്പിൾ മെത്തേഡിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു ലേമാൻ ലാംഗ്വേജിലാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് കറക്റ്റായിട്ട് ഞാൻ പറയുന്നത് പോലെ വെറുതെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി പോകുന്നത് പഠിപ്പിക്കുന്നതിൻ്റെ കൂടെ ഈ പ്രോബ്ലംസ് ഒന്ന് കാണുക, ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ഡേറ്റാസ് എഴുതി എടുത്തിട്ട് സ്വന്തമായി പ്രോബ്ലം ചെയ്തതിന് ശേഷം അവസാനം ആൻസർ മാച്ച് ചെയ്യുന്നുണ്ട് നോക്കുക. എങ്കിലേ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the velocity profile of a fluid over a plate is a parabolic with vertex 20 cm from the plate, where the velocity is 120 cm per second. ശ്രദ്ധിച്ചിരിക്കണേ. Calculate the velocity gradients and shear stresses at a distance of 0, 10 and 20 cm from the plate if the viscosity of the fluid is 8.5 poles. കുറച്ച് കൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് അല്പം ശ്രദ്ധിച്ചിരുന്നാലേ ഈ കഥ മനസ്സിലാക്കാൻ പറ്റൂ. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ആദ്യം ഈ വെലോസിറ്റി പ്രൊഫൈൽ എന്താണെന്ന് നിങ്ങൾക്ക് പഠിക്കണ്ടേ? വേണ്ടേ? സോ ശ്രദ്ധിക്കൂ, വെലോസിറ്റി പ്രൊഫൈൽ പഠിപ്പിക്കാം. എന്ത് പഠിക്കാം? വെലോസിറ്റി പ്രൊഫൈൽ പഠിക്കാം. ഇതൊരു പ്ലേറ്റ് ആണ്. ദിസ് ഇസ് എ പ്ലേറ്റ് ആൻഡ് ദിസ് പ്ലേറ്റ് ഈസ് ഫിക്സഡ്. ദിസ് പ്ലേറ്റ് ഈസ് ഫിക്സഡ്. ഈ പ്ലേറ്റിലേക്ക് എന്ത് ഒഴുകി വരികയാണ്? ഒരു സ്ട്രീം ഓഫ് ഫ്ലൂയിഡ് ഒഴുകി വരികയാണെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ആ വരുന്ന സ്ട്രീം ഓഫ് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എത്രയെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്? 120 cm/s ഈ സ്ട്രീം ഓഫ് ഫ്ലൂയിഡ് ഒഴുകി വരുന്നത്. അതായത് ത്രൂ ഔട്ട് കോൺസ്റ്റൻറ്റ് യൂണിഫോം വെലോസിറ്റിയിലാണ് ഈ ഫ്ലൂയിഡ് ഒഴുകി വരുന്നത്. അപ്പോൾ ഒരു ഫ്ലൂയിഡ് ഒഴുകി വന്നപ്പോൾ ഈ സമയത്ത് ഈ പ്ലേറ്റിൽ തൊട്ടിട്ടില്ല. ഓക്കെ, പ്ലേറ്റിൽ തൊടുന്നതിന് മുന്നേ ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി 120 cm/s. ഇങ്ങനെ ഫ്ലൂയിഡ് ഒഴുകുക നേരെ പ്ലേറ്റിലോട്ട് കയറി. ഇതാണ് പ്ലേറ്റ് എങ്കിൽ ഈ പ്ലേറ്റിലോട്ടും കയറി. പ്ലേറ്റിലോട്ട് കയറിയപ്പോൾ പ്ലേറ്റ് ഒരു സോളിഡ് ബോഡി അല്ലേ. സോളിഡ് ബോഡിയിൽ വരുമ്പോൾ എന്തുണ്ടാകും? ഫ്രിക്ഷൻ ഉണ്ടാകും. ഫ്രിക്ഷൻ ഉണ്ടാകുന്ന കാരണം ഈ വെലോസിറ്റിക്ക് ആകെ മൊത്തം ചേഞ്ച് വരും. ആ ചേഞ്ചിനെയാണ് നമ്മൾ വെലോസിറ്റി പ്രൊഫൈൽ എന്ന് വിളിക്കുന്നത്. അതെങ്ങനെ ചേഞ്ച് എന്ന് പറയാം. ഞാൻ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട് ഒരു കൺസെപ്റ്റൽ പോയിന്റ്, നോ സ്ലിപ്പ് കണ്ടീഷൻ. ഒരു ഫ്ലൂയിഡ്, ഒരു ഫ്ലോയിങ് ഫ്ലൂയിഡോ എന്ത് ഫ്ലൂയിഡോ ഒരു സോളിഡ് സർഫസുമായി കോണ്ടാക്ട് വന്നാൽ ആ ഫ്ലൂയിഡിൻ്റെ ഒരു മൈക്രോൺ തിക്നെസ് ഉള്ള ലെയർ എന്ത് ചെയ്യും? ആ സോളിഡ് ബോഡിയിൽ അങ്ങ് അറ്റാച്ച്ഡ് ആവും. കാര്യം എന്താണ്? സോളിഡ് ബോഡിയുടെ സ്ട്രക്ചർ എത്ര സ്മൂത്ത് ആണെങ്കിലും മൈക്രോസ്കോപ്പിൽ നോക്കിയാൽ ഇങ്ങനെ ഹിൽസ് ആൻഡ് വാലീസ് കാണും. അപ്പോൾ ഈ ഹിൽസ് ആൻഡ് വാലീസിൽ ആര് ട്രാപ്ഡ് ആയി പോകും? നമ്മുടെ ഫ്ലൂയിഡിൻ്റെ മോളിക്യൂൾസ് ട്രാപ്ഡ് ആയി പോകും. എന്നിട്ട് അവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പിന്നെ ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഫ്ലൂയിഡ് എന്ത് വെലോസിറ്റിയിലായി പോകും? നമ്മുടെ ആ സോളിഡ് ബോഡിയുടെ വെലോസിറ്റിയിലായിട്ട് മാറും. അങ്ങനെ ഇവിടെ എവിടെയോ എന്ത് ചെയ്തു? ആ ഇൻഫിനിറ്റെസിമലി സ്മോൾ തിക്നെസ് ഉള്ള ഫ്ലൂയിഡ് ലെയർ കയറി എന്ത് ചെയ്തു? ഈ പ്ലേറ്റിൽ അങ്ങ് അറ്റാച്ച്ഡ് ആയി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെയറിൻ്റെ വെലോസിറ്റി ഇപ്പോൾ എന്തായി മാറി? 0 വെലോസിറ്റി. കാരണം ഈ ഫിക്സഡ് പ്ലേറ്റ് വെലോസിറ്റി 0 ആയതുകൊണ്ട് അവൻ്റെ വെലോസിറ്റിയായി മാറി. പക്ഷെ തൊട്ട് മുകളിലോട്ട് പോകുമ്പോൾ തൊട്ട് മുകളിൽ ഈ ലെയറിന് എന്തറിയില്ല? ഈ ഡയറക്ട്ലി ഈ പറയുന്ന പ്ലേറ്റിൻ്റെ പ്രസൻസ് അറിയില്ല. അതുകൊണ്ട് അവനൊരല്പം വെലോസിറ്റി കാണും. അതിൻ്റെ മുകളിലാണെങ്കിലോ കുറച്ചൊരു വെലോസിറ്റി കാണും. അതിൻ്റെ മുകളിലാണെങ്കിലോ കുറച്ചൊരു വെലോസിറ്റി. അങ്ങനെ വെലോസിറ്റി കൂടി അങ്ങ് എത്രയെങ്കിലും പോവോ? ഇൻഫിനിറ്റ് വെലോസിറ്റിയിലോട്ട് പോവോ? ഇല്ല. കൂടി എത്ര വരെ പോകാൻ പറ്റും? ഇനിഷ്യലി അവൻ എത്ര വെലോസിറ്റി ഉണ്ടായിരുന്നോ അത്രയും വെലോസിറ്റി വരെ മാത്രമേ അവൻ എന്ത് ചെയ്യാൻ പറ്റൂ? കൂടാൻ പറ്റൂ. അതിനുശേഷം പിന്നെ കൂടാൻ പറ്റുമോ? ഇല്ല. പിന്നെ കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ ഫ്ലൂയിഡ് അങ്ങ് പോകും. ഓക്കെ, അപ്പം നമുക്ക് ആ വെലോസിറ്റി പ്രൊഫൈൽ ഒന്ന് വരയ്ക്കാം. എനിക്ക് ഈ പെർട്ടിക്കുലർ പൊസിഷൻ, ഈ പൊസിഷനിലുള്ള വെലോസിറ്റി പ്രൊഫൈലാണ് എനിക്ക് വരയ്ക്കേണ്ടത് എന്ന് വിചാരിക്കുക. നോക്കൂ, ഇനിഷ്യലി താഴത്തെ വെലോസിറ്റി എന്തായിരുന്നു? 0 ആയിരുന്നു. ഇത് എന്ത് വെലോസിറ്റിയാണത്? ഈ പോയിന്റ് വെലോസിറ്റി എന്ത് വെലോസിറ്റിയാണ്? 0 വെലോസിറ്റി. ഒരല്പം മുകളിലോട്ട് പോകുമ്പോൾ ഒരു ലെയറിന് എന്ത് കാണും? ഒരല്പം വെലോസിറ്റി കാണും. പിന്നെയും പോകുമ്പോൾ കുറച്ച് വെലോസിറ്റി കാണും. അങ്ങനെ വെലോസിറ്റി കൂടി ഇവിടെ എത്തിയപ്പോൾ അവൻ്റെ വെലോസിറ്റി എന്തായി മാറി? 120 ആയി. 120 ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യത്തില്ല? വെലോസിറ്റി പിന്നെ ചേഞ്ച് ചെയ്യത്തില്ല. കോൺസ്റ്റന്റ് വെലോസിറ്റിയിലോട്ട് പോകും. സോ ഇങ്ങനെ ചേർത്ത് വരയ്ക്കുന്ന ഇതാണ് എന്ത്? പരാബോള. ദിസ് ഈസ് ദ പരാബോള. കണ്ടോ? ഇതാണ് നമ്മുടെ പരാബോള എന്ന് പറയുന്നത്. ഈ പരാബോളയുടെ ഹൈറ്റ് ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര? വെർട്ടെക്സ് 20 സെൻറ്റിമീറ്റർ. എന്തുകൊണ്ട് ഇവിടം വരെ 20 സെൻറ്റിമീറ്റർ? ഇതിന് മുകളിലോട്ട് പിന്നെ എന്തില്ല? വെലോസിറ്റി മാറുന്നില്ല. കാരണം ഇവിടെ ആയപ്പോഴത്തേക്ക് വെലോസിറ്റി എത്രയായി? 120. പിന്നെയും മുകളിലോട്ട് പോയ വെലോസിറ്റി പിന്നെ എന്ത് ചെയ്യത്തില്ല? കൂടത്തുമില്ല കുറയത്തുമില്ല, സെയിം ആയി മാറി. കാരണം ഈ പ്ലേറ്റിൻ്റെ ബൗണ്ടറിയിൽ നിന്ന് അത് പുറത്തോട്ട് പോയി ആ ഫ്ലൂയിഡ്. പിന്നെ ഫ്ലൂയിഡ് വന്ന വെലോസിറ്റി എന്താണോ അതേ ഫ്ലൂയിഡ് വെലോസിറ്റി തന്നെ ഈ ലെയേഴ്സുകളെല്ലാം ഫ്ലോ ചെയ്യും. ഈ വരച്ചിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് വെലോസിറ്റി പ്രൊഫൈൽ. ഇതിൻ്റെ ഈ ലൈൻ കൊണ്ട് ഇതൊരു പരാബോളിക്, ഞാൻ വരച്ചിട്ടുള്ള മിസ്റ്റേക്കാണ്, ഇതൊരു പരാബോളയാണ്. അപ്പം പരാബോളിക്കാണ് വെലോസിറ്റി പ്രൊഫൈൽ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തേണ്ടത് ഫൈൻഡ് ദ വെലോസിറ്റി ഗ്രേഡിയൻസ്
അറ്റ് എ ഡിസ്റ്റൻസ് 0 ഫ്രം ദ ഫിക്സഡ് പ്ലേറ്റ്, അതായത് ഈ പോയിന്റിൽ വെലോസിറ്റി ഗ്രേഡിയന്റ്. പിന്നെ അറ്റ് എ ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ ഫ്രം ദ അറ്റ് എ ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ ഫ്രം ദ പ്ലേറ്റ്, ഇവിടെ 10 സെന്റിമീറ്റർ ആണ്. പിന്നെ അറ്റ് എ ഡിസ്റ്റൻസ് 20 സെന്റിമീറ്റർ ഫ്രം ദ പ്ലേറ്റ്. അങ്ങനെ 3 സ്ഥലത്തുള്ള ഷിയർ സ്ട്രെസ്സുകളും ചോദിച്ചിട്ടുണ്ട്, വെലോസിറ്റി ഗ്രേഡിയന്റും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഡയറക്റ്റ്ലി പ്രോബ്ലത്തിലോട്ട് പോകാം. ഇത് ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പ്രോബ്ലം ചെയ്യാം. ഈ പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്, ഇവന്റെ വെലോസിറ്റിയുടെ വേരിയേഷൻ പാരാബോളിക് ആണെന്ന് മനസ്സിലായി. പാരാബോളിക് ആണെങ്കിൽ ഇക്വേഷൻ u is equal to ay square plus by plus c. ഈ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് കിട്ടി നിങ്ങൾ പഠിക്കുക, ഞാനിപ്പോൾ പറഞ്ഞു തന്നല്ലോ, അതങ്ങ് പഠിക്കുക. പരാബോളിക് ആണെങ്കിൽ എപ്പോഴും ഇക്വേഷൻ ഇതായിരിക്കും. ഇനി ക്യൂബിക്കൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും, ക്യൂബിക്കൽ ആണെങ്കിൽ അവർ u is equal to ഇതേപോലെ തന്നെ ay ക്യൂബ് പ്ലസ് by സ്ക്വയർ പ്ലസ് cy പ്ലസ് d. ഇതാണ് ക്യൂബിക്കൽ റിലേഷൻഷിപ്പ്. അപ്പോൾ ക്യൂബിക്കൽ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സാമിന് ഇത് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഈ വെലോസിറ്റി പ്രൊഫൈൽ ലീനിയർ ആണെന്ന് പറഞ്ഞാലോ, സ്ട്രൈറ്റ് ലൈൻ ആണെങ്കിലോ u is equal to ay plus c, u is equal to ay plus c. This is an equation of a straight line. y is equal to mx plus c എന്ന് പറയുന്ന പോലെ u is equal to ay plus c. അങ്ങനെ ഈ 3 ഇക്വേഷൻസ് പഠിക്കുക. നമുക്കിവിടെ ആവശ്യം എന്താണ്, u is equal to ay square plus by plus c. ക്ലിയർ? അപ്പം ഞാൻ ബാക്കിയുള്ള പോയിന്റ്സ് ഒന്ന് റബ്ബ് ചെയ്ത് നിങ്ങൾ എഴുതി എടുത്തോളൂ കേട്ടോ, ഇതൊന്ന് എഴുതി എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ എന്തൊക്കെ വാല്യൂസ് അറിയണം, ഈ ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്ന വെലോസിറ്റി പ്രൊഫൈലിലുള്ള ഇക്വേഷനിൽ കൊടുത്തിരിക്കുന്ന കോൺസ്റ്റന്റുകളായ എയുടെ വാല്യൂ, ബിയുടെ വാല്യൂ, സിയുടെ വാല്യൂ കണ്ടെത്തണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റൂ, ബൈ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻ ഫോർ അറ്റ് ദിസ് വെലോസിറ്റി പ്രൊഫൈൽ. ഇവിടെ ഉള്ള ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് കണ്ടീഷൻ പറയാം, നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് അറിയാവുന്ന കണ്ടീഷൻസിനെയാണ് ബൗണ്ടറി കണ്ടീഷൻസ്. 2 എക്സ്ട്രീം എൻഡുകളുമുള്ള ബൗണ്ടറി കണ്ടീഷൻസ് അങ്ങ് അപ്ലൈ ചെയ്യുക. ശ്രദ്ധിച്ചിരിക്കൂ. ഫസ്റ്റ് കണ്ടീഷൻ, ഈ ഡയറക്ഷൻ ഇപ്പോൾ ഈ വരച്ചിട്ടുണ്ടല്ലോ, ഈ ഡയറക്ഷൻ ഞാൻ y എന്ന് വിളിച്ചോട്ടെ, ദിസ് ഇസ് അവർ y ഡയറക്ഷൻ. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ എത്രയാണ്, ഈ കാരണം ഈ പ്ലേറ്റുമായി ചേർന്ന് നടക്കുന്ന ഇവിടുത്തെ പോയിന്റ് എത്രയാണ്, അറ്റ് ദിസ് പോയിന്റ് y is equal to 0 അല്ലേ. സോ അറ്റ് y is equal to 0, y 0 ആവുന്ന ഈ പോയിന്റിലെ ഫ്ലൂയിഡിന്റെ വെലോസിറ്റി എത്രയാണ്, 0 ആണ്. കാരണം ആ പോയിന്റിലെ ഫ്ലൂയിഡ് എന്ത് ചെയ്യുകയാണ്, ഈ പ്ലേറ്റുമായി അറ്റാച്ച്ഡ് ആയി കിടക്കുകയാണ്. സോ അറ്റ് y is equal to 0, ദ വെലോസിറ്റി u is equal to എന്താണ്, 0. ഇതാണ് ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷൻസ്. ഇതങ്ങോട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ y 0 ആയി, y 0 ആകുമ്പോൾ യുവിൻ്റെ വാല്യൂ 0. സോ 0 പ്ലസ് c. ഇവിടെ നമുക്ക് എന്ത് കിട്ടി, c is equal to 0. അപ്പം ഒരു കോൺസ്റ്റന്റ് കിട്ടി, എ ബി സിയിലെ സിയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി, 0 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ, അറ്റ് y is equal to 20. കണ്ടോ, ഇതല്ലേ വൈയുടെ വാല്യൂ, ഇവിടെ അല്ലേ വൈയുടെ വാല്യൂ 20 ആവുന്നത്. ആ സമയത്ത് വെലോസിറ്റി നമുക്കറിയാം എത്രയാണ്, 120 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. അപ്പം ഞാൻ അത് എഴുതാൻ പോവുകയാണേ. അറ്റ് സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ, ദിസ് ഇസ് അവർ ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് കണ്ടീഷൻ എന്താണ്, അറ്റ് y is equal to 20 സെന്റിമീറ്റർ, the value of velocity u is equal to 120 സെന്റിമീറ്റർ പെർ സെക്കൻഡ്. സോ ഈ കണ്ടീഷൻസ് ഒക്കെ നമുക്ക് എവിടെ കൊടുക്കാം, എടുത്ത് യുവിൽ കൊടുക്കാം. ഓക്കെ, സോ യുടെ വാല്യൂ, വൈയുടെ വാല്യൂ 20 ആകുമ്പോൾ യു എത്രയായി മാറി, 120. സോ 120 is equal to ay സ്ക്വയർ, a ഇൻറ്റു വൈ, വൈ എത്രയാണ് 20 സ്ക്വയർ. സോ ay 20 സ്ക്വയർ പ്ലസ് വൈ എത്ര കാണിച്ചിരിക്കുന്നത് 20 ആണ്. സി എത്ര ആയിപ്പോയി, 0 ആയപ്പോൾ ഞാൻ അത് കൊടുക്കുന്നില്ല. സോ ഹിയർ 120 is equal to ay സ്ക്വയർ, 20 സ്ക്വയർ എത്ര വരും, 400a പ്ലസ് 20b എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇവിടെ നമുക്ക് ഒന്നും കിട്ടുന്നില്ല. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷനിൽ ഒരു ഇക്വേഷൻ മാത്രമേ കിട്ടിയതുള്ളൂ. ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ അവിടെ എഴുതി വെച്ചോട്ടെ, അതോടെ നിൽക്കട്ടെ. അടുത്ത തേർഡ് ബൗണ്ടറി കണ്ടീഷൻ. തേർഡ് ബൗണ്ടറി കണ്ടീഷൻസ് എങ്ങനെ തേർഡ് ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നത്, അറ്റ് y is equal to 20, at y is equal to 20 സെന്റിമീറ്റർ. അവിടുത്തെ വെലോസിറ്റിയുടെ കണ്ടീഷൻ നമ്മൾ എഴുതി. ഇനി നോക്കൂ സ്ലോപ്പ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെലോസിറ്റി പ്രൊഫൈലിന് ചരിവല്ലേ, ഇതിങ്ങനെ കണ്ടോ, ഇവിടെ മുതൽ ഇങ്ങനെ ചരിഞ്ഞ് അറ്റ് ദിസ് പോയിന്റ് ഇവിടെ ആയപ്പോൾ അവൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ആവുകയാണ്. അപ്പോൾ അറ്റ് y is equal to 20, ഇവിടെ du/dy എന്താണ്, 0. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടുത്തെ ഇതിന് ശേഷം വാട്ട് ഈസ് du/dy, du മീൻസ് ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു y, അതാണ് du/dy. ഇവിടെ ഇതിന് ശേഷം പിന്നെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ, ഇല്ല, എല്ലാം 120 അല്ലേ. സോ അറ്റ് y is equal to 20 സെന്റിമീറ്റർ, du/dy ഈക്വൽ ടു എന്ത് കൊടുക്കാം, നമുക്ക് 0 കൊടുക്കാം. ഇത് വന്ന കാര്യം മനസ്സിലായ ഒരു അല്പം കൺസെപ്ച്വൽ പോയിന്റ് ആണ്. വൈയുടെ വാല്യൂ 20 ആയാൽ അവൻ്റെ വെലോസിറ്റി 120 സെന്റിമീറ്റർ പെർ സെക്കൻഡ് ആയി. പിന്നെ വെലോസിറ്റി എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല ഇൻ y ഡയറക്ഷൻ. അതുകൊണ്ട് du/dy എന്തായിപ്പോയി, 0. അപ്പോൾ നമ്മൾ യു ഇവിടെ ഉണ്ടല്ലോ,
ഇവനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഡിഫറൻഷിയേറ്റ് ചെയ്യുക. യുവിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി യു ഞാൻ എഴുതിക്കോട്ടെ, എ കോൺസ്റ്റന്റ് അതേപോലെ എഴുതി, വൈ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 2y ഡി വൈ എന്ന് കിട്ടി. പിന്നെ ബി കോൺസ്റ്റന്റിന് അതേപോലെ എഴുതി, വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഡി വൈ കിട്ടി. സി കോൺസ്റ്റന്റ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ, ഇപ്പം 0 ആയിപ്പോൾ. ഈ രണ്ട് ടേമിലും ഡി വൈ ഇല്ലേ, ആ ഡി വൈ ഇങ്ങ് പുറത്തെടുത്തോട്ടെ, എന്നിട്ട് താഴെ കൊണ്ടുവരാം. അപ്പോൾ ഡി യു ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, 2ay പ്ലസ് ബി എന്ന് കിട്ടും. എന്താണ്, ഡി യു ബൈ ഡി വൈ ഈസ് ഈക്വൽ 2ay പ്ലസ് ബി. അപ്പോൾ ഡി യു ബൈ ഡിയുടെ വാല്യൂ കിട്ടി. എത്ര ഡി യു ബൈ ഡിയുടെ വാല്യൂ, ഡി യു ബൈ ഡി വൈ 0 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇക്വേഷൻ എന്ത് കൊടുക്കാം, 0, 2ay പ്ലസ് ബി. സോ 2ay പ്ലസ് ബി ഈസ് ഈക്വൽ ടു വാട്ട്, 0 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ വൈയുടെ വാല്യൂ ഇവിടെ എത്ര കൊടുക്കണം, 20 കൊടുക്കണം. വൈയുടെ 20 കൊടുക്കുമ്പോൾ 20 × 2 എന്താണ്, 40a ഈസ് ഈക്വൽ ടു ബി എന്ന് കൊടുക്കാം. ഓർ നമുക്ക് എഴുതാം ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 40a എന്ന് കൊടുക്കാം, മൈനസ് ഓഫ് 40a. ക്ലിയർ ആയോ? ഈ ബി ഇത് ഈ കാണുന്ന 2ay നമ്മളപ്പോൾ എന്തുകൊണ്ട് അപ്പുറത്തുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് -2ay ആവും. -2 അതേപോലെ എഴുതി, എയുടെ വാല്യൂ അറിയില്ല, വൈയുടെ വാല്യൂ 20 കൊടുത്തപ്പോൾ -2 × 20 -40a. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഈ കാണുന്ന ബിയുടെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 120 ഈക്വൽ ടു 400a പ്ലസ് 20b അല്ലേ. വാട്ട് ഈസ് ബി, -40a ആണ്. സോ ഇവന് നമുക്ക് എന്ത് കൊടുക്കണം, ഈ ബിക്ക് വരെ ഞാൻ -40 കൊടുത്തോട്ടെ, അവിടെ ഓൾറെഡി ഒരു 20 ഉണ്ട്. ആ 20 ഇൻറ്റു നമ്മൾ എന്ത് കൊടുക്കണം, -40, 20 × -40 എന്ത് കിട്ടും, -800 എന്ന് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതിക്കോട്ടെ, ദിസ് ഇസ് -800 -800a. അപ്പോൾ ഈ ഇക്വേഷൻസിൽ എന്ത് മാത്രമേ ഉള്ളൂ, എ മാത്രമല്ലേ ഉള്ളൂ. 400a - 800 എന്ത് കിട്ടും, -400a ഈസ് ഈക്വൽ ടു 120 എന്ന് കിട്ടും. ഓക്കെ, ഇവ നമ്മൾ പിന്നെയും സോൾവ് ചെയ്താൽ നമുക്ക് എന്തിൽ കിട്ടും ആൻസർ, സോൾവ് ചെയ്യാം. സോ വി വിൽ ഗെറ്റ് എ ഈസ് ഈക്വൽ ടു 120 ഡിവൈഡഡ് ബൈ -120 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും, 400 എന്ന് കിട്ടും. ശരിയല്ലേ? എ ഈസ് ഈക്വൽ ടു ഈ -400 രൂപ താഴെ കൊണ്ടുവന്നു. സോ 120 ഡിവൈഡ് ബൈ -400, 0 വെട്ടിപ്പോയി. പിന്നെ എന്ത് കിട്ടും, 12 ഡിവൈഡഡ് ബൈ 4, 12 ഡിവൈഡ് ബൈ 4 എന്ത് കിട്ടും, 3 കിട്ടും. 3 ഡിവൈഡ് ബൈ 10 എത്ര കിട്ടും, -0.3 എന്ന് കിട്ടും. ദിസ് ഇസ് ദ വാല്യൂ ഓഫ് എ. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. എയുടെ വാല്യൂ കിട്ടുന്നത് എത്രയാണ്, -0.3. ഇനി നമുക്ക് ഇവിടുന്ന് ബി കിട്ടും. ബിയുടെ വാല്യൂ എത്രയാണ്, ബി ഇസ് ഈക്വൽ എത്ര പറഞ്ഞ, -40 × എ. വാട്ട് ഈസ് എ, -0.3. സോ -0.3, 3ക്ക് വരെ നമുക്ക് എന്ത് 0.3ക്ക് വരെ നമുക്ക് എന്ത് പറയാം, 3/10 എന്നങ്ങ് പറഞ്ഞുകൂടെ. സോ 3 × 40 -3 × -40 എന്ത് കിട്ടും, +120. 120 ഡിവൈഡ് ബൈ 10 കിട്ടും. ആൻസർ എന്ത് കിട്ടും, 12 കിട്ടും. സോ 12 ആണ് ആരുടെ വാല്യൂ, ബിയുടെ വാല്യൂ. നമുക്കൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. ബിയുടെ വാല്യൂ കിട്ടി. സോ നമുക്ക് എന്ത് കിട്ടി, എ ബി സി എന്ന് പറയുന്ന 3 കോൺസ്റ്റന്റുകളുടെയും വെലോസിറ്റി, 3 കോൺസ്റ്റന്റിന്റെ വാല്യൂസ് കിട്ടി. എന്തിനു വേണ്ടി നമുക്കത് കണ്ടെത്തേണ്ടത്, നമ്മൾ ഡി യു ബൈ ഡി വൈ കണ്ടുപിടിക്കാൻ നോക്കൂ. വാട്ട് ഈസ് അവർ വാല്യൂ ഓഫ് ഡി യു ബൈ ഡി വൈ, ഇതാണ് ഡി യു ബൈ ഡി വൈ. അപ്പോൾ ഡി യു ബൈ ഡി വൈ അറ്റ് എ പെർട്ടിക്കുലർ വൈ കണ്ടെത്തണമെങ്കിൽ നമുക്ക് ആരുടെ വാല്യൂ വേണം, എയുടെ വാല്യൂയും ബിയുടെ വാല്യൂയും ഉണ്ടെങ്കിൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ നമുക്കിനി അടുത്ത പേജിലോട്ട് ഇങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ എഴുതാം. ഓക്കെ, ഇവിടെ തന്നെ എഴുതാം. ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്, ക്വസ്റ്റ്യൻ എന്താ കണ്ടുപിടിക്കാൻ പറയുന്നത് നോക്കൂ. എന്തൊക്കെയാ പറഞ്ഞത്, കാൽക്കുലേറ്റ് ഷിയർ സ്ട്രെസ് അറ്റ് എ ഡിസ്റ്റൻസ് 0, 10 and 20. CSS മാത്രമേ ഉള്ളൂ, വെലോസിറ്റി ഗ്രേഡിയൻസ് പറഞ്ഞു. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, കാരണം ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് വേണമല്ലോ. സോ ഷിയർ എന്താണ്, അറ്റ് y ഈസ് ഈക്വൽ ടു 0, വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ്, du ഡിവൈഡഡ് ബൈ dy. du ബൈ ഡി വൈ അറ്റ് y ഈസ് ഈക്വൽ ടു 0 ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ജനറൽ du ബൈ ഡി വൈയുടെ വാല്യൂ അറിയാമോ, ഞാൻ ഇങ്ങോട്ട് എഴുതിക്കളാം. ജനറൽ du ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി, 2ay പ്ലസ് ബി കിട്ടി. നോക്കൂ, du ബൈ ഡി വൈ അറ്റ് y ഈസ് ഈക്വൽ 0. അപ്പോൾ yക്ക് 0 കൊടുത്താൽ du ബൈ ഡി വൈയുടെ വാല്യൂ എന്തായി മാറും, വെറും പ്ലസ് ബി ആയിട്ട് മാറും. പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടുന്നത്, 12 പെർ സെക്കൻഡ് വരും. കണ്ടോ, du ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ മുകളിൽ ഇപ്പോൾ മീറ്റർ പെർ സെക്കൻഡും താഴെ സെക്കൻഡും ആണെങ്കിൽ, താഴെ മീറ്റർ ആണെങ്കിൽ മീറ്ററും കട്ട് ചെയ്ത് പോയിട്ട് ആൻസർ എന്ത് കിട്ടും, പെർ സെക്കൻഡ്. സോ du ബൈ ഡി വൈ അറ്റ് y ഈസ് ഈക്വൽ 0 എന്ത് കിട്ടി, 12 പെർ സെക്കൻഡ് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, അറ്റ് y ഈസ് ഈക്വൽ ടു 10 ഫൈൻഡ് ദ വാല്യൂ ഓഫ് du ബൈ ഡി വൈ. du ബൈ ഡി വൈ അറ്റ് y ഈസ് ഈക്വൽ ടു 10 സെന്റിമീറ്റർ. അപ്പോൾ നേരെ എന്ത് ചെയ്യുക, ഇവിടെ കൊടുക്കാം. എന്താ, 2 ഇൻറ്റു വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എ,
minus of 0.3 2ay. What is the y? What is the value of y? Y question പറയുന്നത് 10 centimeter ആണ്. പ്ലസ് ബി എത്രയാണ് പറഞ്ഞേക്കുന്നത് 12. ഇത് നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. du/dy at y is equal to 10 centimeter ആണ് ചെക്ക് ചെയ്യാം. It comes out to be 6 per second. This is 6 per second എന്നാണ് ആരെ കിട്ടുന്നത്? du/dy at y is equal to 10 centimeter. തീർന്നില്ല. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? At y is equal to 20 centimeter അല്ലേ? y is equal to 20 centimeter. What is the value of du/dy? So du/dy at y is equal to എത്രയാ? 20 centimeter. അപ്പോൾ du/dy യുടെ വാല്യൂ എന്താണ്? ഇതാണ് കൊണ്ടോ 2 into a എത്രയാണ്? മൈനസ് ഓഫ് 0.3 2a y. വൈയുടെ വാല്യൂ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 20 പ്ലസ് ബി. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബി? 12 per second. അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. 2 into 0.3 2 into minus 0.3 into 20. ഇത്രയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ മൈനസ് ഓഫ് 12 കിട്ടും. പ്ലസ് 12 ചെയ്യുമ്പോൾ ആൻസർ എന്ത് കിട്ടും? 0. വിച്ച് മീൻസ് ദ വെലോസിറ്റി ഗിവൻ du/dy at y is equal to 20 cm is equal to 0. ഇത് നമ്മൾ നേരത്തെ ഞാൻ ഇത് കണ്ടുപിടിക്കുന്ന മുമ്പേ പറഞ്ഞു തന്നു. ആ കണ്ടീഷനിൽ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് നോക്കൂ. എവിടെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? du/dy 0 എവിടെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്? This is the value. At this part y is equal to 20 centimeter the value of du/dy 0 ആണ് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ? കാര്യം എന്താണ്? ഈ പോയിന്റിന് ശേഷം പിന്നെ ആര് ചേഞ്ച് ചെയ്യുന്നില്ല? വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നില്ല ഇൻ y ഡയറക്ഷൻ. അതുകൊണ്ട് ആ ചേഞ്ച് ഓഫ് യു ഇൻ y ഡയറക്ഷൻ 0 ആണ്. നമുക്ക് ഈ പറയുന്ന വെലോസിറ്റി പ്രൊഫൈൽ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ബൈ യൂസിങ് അവർ കോമൺ സെൻസ്. നമ്മളിപ്പോൾ എന്ത് ചെയ്തു? മാത്തമാറ്റിക്കലിയും അത് പ്രൂവ് ചെയ്തു. ക്ലിയർ? പക്ഷേ ഇത് മാത്രമല്ല ചോദിച്ചിരിക്കുന്നത്. ഇനി എന്താ ചോദിച്ചിരിക്കുന്നത്? ഷിയർ സ്ട്രെസ്. ഈ ഓരോ പെർട്ടിക്കുലർ പോയിന്റിലെയും എന്തുകൂടെ ചോദിച്ചിട്ടുണ്ട്? ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കത് കണ്ടുപിടിക്കാം. ഷിയർ സ്ട്രെസ്. ഓക്കെ, ഷിയർ സ്ട്രെസ് കണ്ടുപിടിക്കാൻ പോവുകയാണേ. സോ ടൗ tau is equal to equation mu into du/dy ആണ്. അപ്പോൾ ഏത് പോയിന്റിൽ ടൗ വേണമോ ആ പോയിന്റിൽ du/dy കൊടുക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ 3 പോയിന്റിലെയും ടൗ ആണ് കണ്ടെത്തേണ്ടത്. അറ്റ് y is equal to 0. y 0 ആകുമ്പോൾ du/dy യുടെ വാല്യൂ എത്രയാണ്? 12 ആണെന്ന് നമുക്കറിയാം. നേരെ അത് കൊടുത്താൽ മതി. അപ്പോൾ ടൗ അറ്റ് y is equal to 0 എന്ന് പറഞ്ഞാൽ du/dy at y is equal to 0 ആണ്. മ്യൂ എന്ന വിസ്കോസിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? എത്രയാണ് ക്വസ്റ്റ്യൻ പറയുന്നത്? 8.5 പോയിസ് ആണ്. സോ ആ പോയിസിനെ കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് 8.5 / 10 ചെയ്താൽ അവൻ എന്തിലോട്ട് മാറും? ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ സ്ക്വയറിലോട്ട് മാറും. du/dy at y is equal to 0 എത്ര എന്ന് പറയുന്നുണ്ട്? 12. സോ ദിസ് ഈസ് ഇൻറ്റു 12. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ഷിയർ സ്ട്രെസ് അറ്റ് y is equal to 0 is equal to 10.2 Newton per meter square. 10.2 Newton per meter square എന്ന് കിട്ടും. നെക്സ്റ്റ് പോയിന്റ്. ദിസ് ഇസ് അവർ ഫസ്റ്റ് ഷിയർ സ്ട്രെസ്. രണ്ടാമത്തെ ഷിയർ സ്ട്രെസ് ടൗ അറ്റ് y is equal to 10 സെന്റിമീറ്ററിലാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ മ്യൂ ഇൻറ്റു du/dy at y is equal to 10 സെന്റിമീറ്റർ. റൈറ്റ്? സോ പോയിസ് എല്ലായിടത്തും സെയിം തന്നെയാണ്. 8.5 divided by 10. The value of du/dy at y is equal to 10 സെന്റിമീറ്റർ. എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ഈസ് 6 into 6 ചെയ്യുക. ഈ കേസിൽ ഷിയർ സ്ട്രെസിന്റെ വാല്യൂ വരുന്നത് 5.1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. 5.1 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. റൈറ്റ്? തേർഡ് കേസിൽ വരുന്നത് എന്താണ്? ടൗ അറ്റ് y is equal to 20 സെന്റിമീറ്റർ. എന്ത് ചെയ്യണം? മ്യൂ ഇൻറ്റു du/dy at y is equal to 20 കൊടുക്കുക. എല്ലാ കേസിലും വിസ്കോസിറ്റി സെയിം തന്നെയാണ്. മാറുന്നത് du/dy. du/dy at y is equal to 0 എത്രയാണ്? 0 ആയാണ് കൊടുക്കുന്നത്. സോ ആൻസർ എന്ത് കിട്ടി? 0. ക്ലിയർ? ഇതൊരല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നാം. പക്ഷേ ഒരു പ്രാവശ്യം മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം സിമ്പിൾ ആയിരിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഈ ക്വസ്റ്റ്യനിൽ വെലോസിറ്റി പ്രൊഫൈൽ പരാബോളിക് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു വെലോസിറ്റി പ്രൊഫൈലിൻ്റെ സ്വഭാവം എന്ന് പഠിക്കുക. എന്നിട്ട് പരാബോളിക് ആണെങ്കിൽ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. u is equal to ay² + by + c എന്ന് അറിഞ്ഞിരിക്കുക. ഇവിടെയുള്ള കോൺസ്റ്റന്റുകൾ കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം ബൈ അപ്ലൈയിങ് ബൗണ്ടറി കണ്ടീഷൻസ് ഇൻ ദിസ് ഫിഗർ. ഈ ഫിഗർ നോക്കി നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യണം? ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്തുകൊണ്ട് കോൺസ്റ്റൻസ് കണ്ടെത്തുക. കോൺസ്റ്റൻസ് കണ്ടുപിടിച്ച് ഈ യുവിൻ്റെ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൻ എന്തായി മാറി?
സിമ്പിൾ du/dy കണ്ടെത്തുക, അതെടുത്ത് നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ആൻസേഴ്സുകൾ കിട്ടും. ക്ലിയർ? സോ ഇതൊന്ന് സൂക്ഷിച്ച് ചെയ്യുക ഈ പ്രോബ്ലം. A vertical gap 2.2 centimeter wide of infinite extent contains a fluid viscosity 2 Newton second per meter square. Viscosity directly തന്നിട്ടുണ്ട്, നമ്മൾ SI യൂണിറ്റിൽ തന്നെ തന്നിട്ടുണ്ട്. And the specific gravity of that particular fluid is 0.9. A metallic plate of 1.2 meter by 1.2 meter by 0.2 centimeter, അതായത് ലെങ്ത്, ബ്രെഡ്ത്ത് ആൻഡ് തിക്നെസ് തന്നിട്ടുണ്ട്. Length 1.2 ആണ്, breadth 1.2 ആണ്, thickness of the plate 2 cm is to be lifted upward with a constant velocity 0.15 meter per second through the gap. If the plate is in the middle of the gap, ഒരു ഗ്യാപ്പ് ഉണ്ട്, ഗ്യാപ്പിന്റെ മിഡിൽ ആണ് പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. Find the force required to lift the plate if the weight of the plate is 40 Newton. Clear? ഇത് മനസ്സിലാക്കാൻ ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കും. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു ഗ്യാപ്പ് ഉണ്ട്, ആ ഗ്യാപ്പ് ടോട്ടൽ ഗ്യാപ്പ് 2.2 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ്. ആ ഗ്യാപ്പിൻ്റെ എക്സാക്ട്ലി സെൻട്രലാണ് ആരെ വെച്ചിരിക്കുന്നത്? ഈ പ്ലേറ്റ് വെച്ചിരിക്കുന്നത്. ഈ പ്ലേറ്റിന് എനിക്ക് എന്ത് ചെയ്യണം? ലിഫ്റ്റ് ചെയ്തിട്ട് പോകേണ്ട ഫോഴ്സ് കണ്ടെത്തണം. എത്ര വെലോസിറ്റിയിലാണ് ലിഫ്റ്റ് ചെയ്തിട്ട് പോകേണ്ടത്? അറ്റ് എ വെലോസിറ്റി ഓഫ് 0.15 മീറ്റർ പെർ സെക്കൻഡ്. ആ വെലോസിറ്റിയിൽ ലിഫ്റ്റ് ചെയ്ത് പോകാൻ എത്ര മാത്രം ഫോഴ്സ് വേണമെന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഈ പ്ലേറ്റിൽ എക്സേർട്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സുകൾ വരയ്ക്കാം. അതായത് ഇവൻ്റെ എന്ത് വരയ്ക്കാം? നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ പ്ലേറ്റ് വരയ്ക്കാൻ പോകാൻ ശ്രദ്ധിക്കൂ. ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ദ പ്ലേറ്റ്. അപ്പോൾ ഈ പ്ലേറ്റ് മാത്രം ഞാൻ എനിക്ക് പുറത്തോട്ട് മാറ്റി വരയ്ക്കുകയാണേ. ദിസ് ഇസ് അവർ പ്ലേറ്റ്. ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പ്ലേറ്റിൻ്റെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യും? ഡൗൺവേർഡ് ഡയറക്ഷൻ, ഒരു സംശയവുമില്ല. പിന്നെ ഏത് ഫോഴ്സ് ഉണ്ട് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഫോഴ്സ്? അത് അപ്വേർഡ് ഡയറക്ഷൻ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. മൂന്നാമതൊരു ഇൻവിസിബിൾ ഫോഴ്സ് ഉണ്ട്. നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ചിട്ടുമില്ല, പക്ഷേ ഇവിടെ ഇത് ഇൻവിസിബിൾ ഫോഴ്സുമാണ്, ബോയൻസി. കാര്യം എന്താണെന്നറിയാമോ? ഈ പ്ലേറ്റ് കംപ്ലീറ്റ്ലി ഈ ഫ്ലൂയിഡിൽ മുങ്ങിക്കിടക്കുകയല്ലേ. അങ്ങനെ മുങ്ങിക്കിടക്കുന്നത് കൊണ്ട് എന്ത് വരും? ഒരു ബോയിൻ ഫോഴ്സ്, ഒരു അപ്വേർഡ് ബോയിൻ ഫോഴ്സ് വരും. ഞാൻ അപ്വേർഡ് ബോയിൻ ഫോഴ്സിനെ FB എന്ന് വിളിച്ച ഒരു ലെറ്റ് ഇറ്റ് ബി FB. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ ഈ നമ്മുടെ വിസ്കോസിറ്റി മെറിലിട്ട് ഫോഴ്സിൽ വരയ്ക്കാം. ഈ പ്ലേറ്റ് നമ്മൾ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഈ പ്ലേറ്റ് ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കി. ഈ പ്ലേറ്റിന് രണ്ട് സൈഡുകളുണ്ട്. ലൈക്ക് ദിസ് ഇസ് ദ പ്ലേറ്റ്. ഓക്കെ, ഇതാണ് പ്ലേറ്റ്. ഇവൻ്റെ ക്രോസ് സെക്ഷനിൽ ഈ ഏരിയ കണ്ടോ? 1.2 മീറ്റർ 1.2 മീറ്റർ. ഈ പ്ലേറ്റിന് ഇങ്ങനെ വെക്കുമ്പോൾ ഈ കാണുന്ന തിക്നെസ് ആണ് അവർ പറയുന്നത് 0.2 സെൻറ്റിമീറ്റർ. കണ്ടോ? അപ്പോൾ ഈ പ്ലേറ്റ് ഇങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഇതിലൊരയും. അതേപോലെ റൈറ്റ് സൈഡിൽ കിടക്കുന്ന ഫ്ലൂയിഡും എന്ത് ചെയ്യും? ഇതിലൊരയും. അത് കാരണം ഒരു ഡൗൺവേർഡ് ഷിയർ ഫോഴ്സ് എന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യും ഡ്യൂ ടു വിസ്കോസിറ്റി. ഇല്ലേ? ഈ പ്ലേറ്റ് മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ രണ്ട് സൈഡിലും കിടക്കുന്ന ഫ്ലൂയിഡ്സ് എന്ത് ചെയ്യും? താഴോട്ട് അവൻ എന്ത് പിടിച്ച് വലിക്കും? ഡ്യൂ ടു എ ഷിയർ ഫോഴ്സ്. ആ ഷിയർ ഫോഴ്സ് ഞാൻ ഇവിടെ F1 എന്ന് വിളിച്ചോട്ടെ, ഇവിടെ എന്ത് വിളിച്ചോട്ടെ? ഇത് ബി F2. സോ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ട ഫോഴ്സ് എന്താണ്? ഈ കാണുന്ന F1 F2 ബൈ അപ്ലൈങ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. കണ്ടെത്താം. എന്താ പറയുന്നത്? നമ്മുടെ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ടൗ ഈസ് ഈക്വൽ ടു mu ഇൻറ്റു du/dy. ക്ലിയർ? mu ഇൻറ്റു du/dy. ഇതിൽ വിസ്കോസിറ്റി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടോ? mu തന്നിട്ടുണ്ടോ ക്വസ്റ്റ്യനകത്ത്? What is the value of viscosity? 2 Newton second per meter square viscosity തന്നിട്ടുണ്ട്. സോ വിസ്കോസിറ്റി നമുക്കറിയാം 2. du/dy ഞാൻ പറയുന്നുണ്ട് ക്വസ്റ്റ്യനകത്ത് പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യൻ കണ്ടായിരുന്നോ? അവിടുത്തെ വെലോസിറ്റി പ്രൊഫൈൽ പാരാബോളിക് ആയിരുന്നു. അപ്പം നമ്മൾ ആ യുവിൻ്റെ ഇക്വേഷൻ എടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടെത്തി? du/dy. ഈ ക്വസ്റ്റ്യനിലും ഇതിന് മുന്നേ ചെയ്ത ഒരു ക്വസ്റ്റ്യൻസിലും എന്ത് പറയുന്നില്ല? വെലോസിറ്റി പ്രൊഫൈലിനെ പറ്റി പറയുന്നേ ഇല്ല. അങ്ങനെ പറയുന്നില്ല എങ്കിൽ എന്ത് ചെയ്യുക? സിംപ്ലി ആ പ്ലേറ്റിന്റെ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ആ ഗ്യാപ്പ് എടുക്കുക. നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഫോഴ്സ് ഈ ടൗ ഈസ് ഈക്വൽ ടു ഷിയർ ഫോഴ്സ് ബൈ ഏരിയ അല്ലേ? ലെറ്റ് ഇറ്റ് ബി ഷിയർ ഫോഴ്സ് ബൈ ഏരിയ. ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്ന ഫോഴ്സ് F1 ആണെന്ന് വിചാരിക്കുക. F1 ആണെങ്കിൽ ഈ സൈഡ് റൈറ്റ് സൈഡ് അല്ലേ? ഇവിടെ നിന്ന് ഈ പ്ലേറ്റിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഈ ഫിക്സഡ് ഗ്യാപ്പ് വരെയുള്ള ദൂരമാണ് ആര്? നമ്മുടെ Y1. നോക്കൂ, ടോട്ടൽ 2.2 സെൻറ്റിമീറ്റർ ആണ്. 2.2 സെൻറ്റിമീറ്റർ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പ്ലേറ്റിന്റെ തിക്നെസ് 2 സെൻറ്റിമീറ്റർ കുറയ്ക്കുക. പിന്നെ എത്ര ഉണ്ട്? 10 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ ഡിവൈഡ് ബൈ 2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഗ്യാപ്പ് കിട്ടും. വിച്ച് മീൻസ് 1 സെൻറ്റിമീറ്റർ ആണ് ആര്? നമ്മുടെ Y1 എന്ന് പറയുന്നത്. സോ ദിസ് ഈസ് du/dy. റൈറ്റ് സൈഡ് ആയതുകൊണ്ടാണ് ഞാൻ 1 എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. സോ du എന്ത് തന്നെയാണ്? ആ കാണുന്നത് റൈറ്റ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും ഈ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? 0.15 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ വെലോസിറ്റി എന്താണ്? 0.15 തന്നെയാണ്. y എത്രയാണ് പറയുന്നത്? 1 സെൻറ്റിമീറ്റർ. 1 സെൻറ്റിമീറ്റർ മീൻസ് 1 × 10⁻². കാര്യം എന്തിനാ? സെൻറ്റിമീറ്ററിന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ.
ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്ത് വേണം? പ്ലേറ്റിന്റെ ഈ സർഫസ് ഏരിയ വേണ്ടേ? ഈ പ്ലേറ്റ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഈ ഡയറക്ഷനിൽ ഇത്രയും സ്ഥലത്ത് ആര് തട്ടിക്കിടക്കുകയാണ്? ഈ ഫ്ലൂയിഡ് തട്ടിക്കിടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ക്രോസ് സെക്ഷണൽ ഏരിയ സർഫസ് ഏരിയ കണ്ടുപിടിക്കേണ്ട. ഈ സർഫസ് ഏരിയ ദാറ്റ് ഈസ് 1.2 ഇൻറ്റു 1.2 മീറ്റർ. നമുക്ക് ആ ഡയമെൻഷൻ എത്ര ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? 1.2 തന്നെയാണോ പറഞ്ഞിരിക്കുന്നത്? 1.2 ഒന്ന് നോക്കി എല്ലാവരും. യെസ്, 1.2 ഇൻറ്റു 1.2 ബൈ 1.2 ബൈ 0.2 സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഏരിയ 1.2 നമുക്ക് അതേപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ്. സോ F1 ഈസ് ഈക്വൽ ടു A ഇൻറ്റു 2 ഇൻറ്റു 0.15 ഡിവൈഡ് ബൈ ദിസ്. വാട്ട് ഈസ് ഏരിയ? 1.2 ഇൻറ്റു 1.2. Alright, 1.2 into 1.2 into viscosity 2 ഉണ്ട്, velocity 0.15 ഉണ്ട്, divided by 1 into 10 raised to minus 2 ചെയ്ത് നമുക്ക് ആര് കിട്ടും? We will get F1. The value of F1 is what? 43.2 Newton. 43.2 Newton. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, റൈറ്റ് സൈഡിൽ F1 കണ്ടുപിടിച്ചാലും ലെഫ്റ്റ് സൈഡിൽ F1 കണ്ടുപിടിച്ചാലും ഈ വാല്യൂ മാറത്തില്ല. കാരണം എല്ലായിടത്തിലും ഇക്വേഷൻ mu du by dy തന്നെയാണ്. റൈറ്റ് ആണെങ്കിലും ലെഫ്റ്റ് ആണെങ്കിലും വിസ്കോസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് മാറുന്നില്ല. കാരണം ഈ രണ്ട് സൈഡിലും സെയിം ഫ്ലൂയിഡാണ് കിടക്കുന്നത്, രണ്ട് സൈഡിലെയും ഗ്യാപ്പ് സെയിം ആണ്, രണ്ട് സൈഡിലെയും ഫ്ലൂയിഡുകൾ സെയിം ആയാലും ഇവൻ മൂവ് ചെയ്യുന്ന അപ്വേർഡ് ഡയറക്ഷനിലെ വെലോസിറ്റിയും എന്ത് തന്നെയാണ്? u ആണ്. അതുകൊണ്ട് ഈ F1 F2 എന്ന ഷിയർ ഫോഴ്സ് രണ്ട് കേസിലും സെയിം ആയിരിക്കും. സോ F2ന്റെ വാല്യൂ എത്ര തന്നെയാണ്? 43.2 ന്യൂട്ടൺ തന്നെയാണ് വരുന്നത്. ഇത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട ഫോഴ്സ് എന്താണ്? ഇത് ബോയന്റ് ഫോഴ്സ്. ബോയന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ നിങ്ങളെ ഞാൻ ഇപ്പോൾ പഠിപ്പിച്ചിട്ടില്ല. അത് ഞാൻ ബോയൻസി എന്ന ടോപ്പിക്ക് പഠിപ്പിക്കാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ ഇക്വേഷൻ മാത്രം പഠിക്കുക. റോ ജി വി ആണ് ഇക്വേഷൻ. വേർ റോ ഇസ് ദ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ജി നമുക്കറിയാം. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ദ ദിസ് വി മീൻസ് വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് ആണ്. സോ ക്വസ്റ്റ്യനിൽ ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് തന്നിട്ടുണ്ടോ? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ് തന്നിട്ടുണ്ടോ? സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട് 0.9. സോ 0.9 ഇൻറ്റു 1000 ടേബിൾ നമുക്ക് എന്തൊരു ഡെൻസിറ്റി കിട്ടും? ഡെൻസിറ്റി ഇവിടെ എത്രയാണ്? 900 ആണെന്ന് കിട്ടി. ജി 9.81 ആണെന്ന് അറിയാം. വോളിയം ഓഫ് ദ ഫ്ലൂയിഡ് ഡിസ്പ്ലേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ പ്ലേറ്റിന്റെ വോളിയം തന്നെ. കാരണം പ്ലേറ്റിന്റെ വോളിയം ആണ് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ്. അപ്പൊ എത്രമാത്രം വോളിയം ഓഫ് ദ സോളിഡ് പ്ലേറ്റ് ഇമ്മേഴ്സ്ഡ് ആണോ അത്രയും വോളിയം എന്ത് ചെയ്യും? ഡിസ്പ്ലേസ്ഡ് ചെയ്യും. നമ്മൾ പഠിച്ചിട്ടില്ല ആർക്കിമിഡീസ് പ്രിൻസിപ്പിൾ, അതേ സെയിം പ്രിൻസിപ്പിൾ ഇവിടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ വോളിയം ഞാൻ ഇവിടെ എന്താ എഴുതാൻ പോകുന്നത്? വോളിയം, ലെറ്റ് ഇറ്റ് ബി ദിസ് വോളിയം ഈസ് 1.2 ഇൻറ്റു 0.2 സെൻറ്റിമീറ്റർ ആണ് തിക്നെസ് തന്നിരിക്കുന്നത്. സോ 0.2 ഇൻറ്റു 10 റൈസ് ടു മൈനസ് 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വോളിയം കിട്ടും. ആ വോളിയത്തിൻ്റെ വാല്യൂ വരുന്നത് 0.00288. 0.00288 ആണ് വരുന്നത്. അതുകൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 0.00288. ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങളുടെ ബോയന്റ് ഫോഴ്സിന്റെ വാല്യൂ കിട്ടും. ആ ബോയന്റ് ഫോഴ്സിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് ഇത്രയാണ്. ഓക്കെ, ദ ബോയന്റ് ഫോഴ്സ് ഇസ് 25.43 ന്യൂട്ടൺ. 25.43 ന്യൂട്ടൺ. അപ്പം നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫോഴ്സുകളും എത്തി. കാരണം ഇതിൽ ഈ ഫ്രീ ബോർഡ് ഡയഗ്രം വരച്ചിരിക്കുമ്പോൾ ഇതിനകത്തുള്ള എല്ലാ ഫോഴ്സുകളും കിട്ടി. F1 കിട്ടി, F2 കിട്ടി, ബോയന്റ് ഫോഴ്സ് കിട്ടി, വെയിറ്റ് നമുക്കറിയാം, കണ്ടുപിടിക്കേണ്ട F ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു മൂവിങ് ബോഡി അല്ലേ? അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. പക്ഷേ ഇവിടെ നോക്കൂ, ക്വസ്റ്റ്യനിൽ പ്രത്യേകം സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറയുന്നുണ്ട് the plate is moving at a constant velocity എന്ന് എവിടെയോ പറയുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കോൺസ്റ്റന്റ് വെലോസിറ്റി ഓഫ് 0.15 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതുകൊണ്ട് ആര് 0 ആയിപ്പോയി? നമ്മുടെ ആക്സിലറേഷൻ 0 ആയിപ്പോയി. വിച്ച് മീൻസ് റൈറ്റ് സൈഡ് 0 ആയിപ്പോയി. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നെറ്റ് ഫോഴ്സ് ഷുഡ് ബി ഈക്വൽ ടു എന്തായിരിക്കും? 0 ആണ്. ഞാൻ അപ്വേർഡ് ഫോഴ്സിനെയൊക്കെ പോസിറ്റീവ് ആയിക്കോട്ടെ. അപ്വേർഡ് ഡയറക്ഷൻ എന്ത് ഫോഴ്സ് ഉണ്ട്? നമ്മളെ കണ്ടുപിടിക്കേണ്ട ഫോഴ്സ് F ഉണ്ട്. ഓക്കെ, ദെൻ പിന്നെ എന്നുണ്ട്? നമ്മുടെ ബോയന്റ് ഫോഴ്സ് ഉണ്ട്. ഓക്കെ, ഇത്രയും ഫോഴ്സാണ് ടോട്ടൽ അപ്വേർഡ് ഫോഴ്സ്. ബാക്കിയുള്ള 3 ഫോഴ്സ് ഡൗൺവേർഡ് ആണ്. ഡൗൺവേർഡ് ഫോഴ്സ് ആണ് മൈനസ് F1 പ്ലസ് F2 പ്ലസ് വെയിറ്റ്. ദിസ് ഷുഡ് ബി ഈക്വൽ ടു വാട്ട്? 0 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട ആരാണ്? ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഫോഴ്സാണ് കണ്ടെത്തേണ്ടത്. ബാക്കിയൊക്കെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോകട്ടെ. അപ്പോൾ ഈ ഹോൾ 3 ഫോഴ്സുകൾ റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് ആയി മാറും. ദാറ്റ് ഈസ് F1 പ്ലസ് F2 പ്ലസ് 40 മൈനസ് ബോയിന്റ് ഫോഴ്സ്. ഇതാരാണ്? നമ്മുടെ വെയിറ്റ് ആയിരുന്നു. ദിസ് ഇസ് അവർ വെയിറ്റ്. സോ F1ന്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത് നോക്കൂ? 43.2 ന്യൂട്ടൺ പ്ലസ് 43.2 ന്യൂട്ടൺ. വെയിറ്റ് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. എത്ര ക്വസ്റ്റ്യനിൽ വെയിറ്റ് ഓഫ് ദ പ്ലേറ്റ് പറയുന്നത്?
ക്വസ്റ്റ്യനിൽ എത്ര വെയിറ്റ് ഓഫ് ദ പ്ലേറ്റ് പറയുന്നത് എത്രയാണ്? വെയിറ്റ് ഓഫ് ദ പ്ലേറ്റ് തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് 40 ന്യൂട്ടൺ. 40 ന്യൂട്ടൺ മൈനസ് നമ്മുടെ ബോയിൻ ഫോഴ്സ്. ബോയിൻ ഫോഴ്സ് ഇവിടെ എത്ര കണ്ടെത്തിയിരിക്കുന്നത്? 25.43 ന്യൂട്ടൺ മൈനസ് 25.43 ന്യൂട്ടൺ. ഇത് ഇത്രയും സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ അൺനോൺ ഫോഴ്സ് കിട്ടും. ആ ഫോഴ്സിന്റെ വാല്യൂ ഇത്രയാണ് 100.97 ന്യൂട്ടൺ. 100.97 ന്യൂട്ടൺ. ക്ലിയർ? ഇത്രയും പ്രോബ്ലംസ് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇനി മുതൽ വിസ്കോസിറ്റിയുമായിട്ട് വരുന്ന എല്ലാ പ്രോബ്ലംസും നിങ്ങൾക്ക് സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, മനസ്സിലാക്കി പഠിക്കണം. കാരണം എല്ലാ ടൈപ്പും ഞാൻ ഈ പറയുന്ന നമ്പർ ഓഫ് പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും ഉള്ളത് ചെയ്യാൻ പറ്റും. ചില അഡ്വാൻസ്ഡ് പ്രോബ്ലംസ്, ഇൻ്റഗ്രേഷൻ വരുന്ന പ്രോബ്ലംസ് മാത്രം ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടില്ല. കാരണം ഈ ലാസ്റ്റ് ടൈമിൽ നമുക്ക് അതും കൂടെ കവർ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. സോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ പഠിപ്പിച്ച എല്ലാ പ്രോബ്ലംസും പഠിക്കുക. ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ.